السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഓന്നരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഇതൊരു നിമിത്ത കാരണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ ഇസ്ലാമിനെയും സാഹിത്യം, കല പോലെയുള്ള വിനോദോപാധികളിൽ പരിശുദ്ധ മതത്തിൻ്റെ നയനിലപാടുകളെയും അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ന് കണ്ടുവരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സാഹിത്യ സംഗമങ്ങളെയും സാഹിത്യോത്സവനെയും ഒക്കെയാണ് ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത്. ആത്യന്തികമായി ആഖിറത്തെക്കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 1/3 മുഴുവനും മരണത്തെയും ആഖിറത്തെയും അനുബന്ധമായ കാര്യങ്ങളെയും മഹ്ശറിനെയും വിചാരണയെയും കുറിച്ച് പറയാനുള്ളതാണ്. അത്രമേൽ മതം അതിന് പ്രാധാന്യം നൽകുന്നു. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഖുർആനിലെ അവസാനത്തെ വചനം പോലും ആഖിറത്തിലേക്കുള്ള അനിവാര്യമായ, അനുപേക്ഷണീയമായ, ഒരാൾക്കും മാറി നിൽക്കാൻ കഴിയാത്ത ആ ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന അന്ത്യയാത്രയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരിക്കണമെന്നും അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറെടുപ്പ് നടത്തണമെന്നും പരിശുദ്ധ ഖുർആൻ അവസാനത്തെ വചനങ്ങളിൽ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ ഭൗതികമായ ദുന്യാവിനെ ഇസ്ലാം സമീപിക്കുന്നത് പരലോകത്തേക്കുള്ളൊരു മുന്നുപാധിയായിട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വചനങ്ങളിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ എന്ന ഹദീസ് പ്രസിദ്ധം. ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ സന്ദർഭമാണ് ഈ ദുന്യാവ്. അതിനുള്ള സമയം, അതിൻ്റെ സന്ദർഭം, അതിൻ്റെ സ്ഥലം എന്നൊക്കെ ആ വചനത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആഖിറത്തിലേക്കുള്ള മുന്നൊരുക്കത്തിൻ്റെ സന്ദർഭം, അതിനുള്ള അവസരം. അപ്പോൾ ആഖിറത്തെ വളരെ പ്രാധാന്യത്തോടുകൂടെ കണ്ട് ദുന്യാവിലെ ഓരോ പ്രവൃത്തിയും ദുന്യാവിന് വേണ്ടിയുള്ളതാണെങ്കിൽ പോലും അത് ആഖിറത്തിന് കൂടെയാക്കി മാറ്റാനാണ് മതം പറയുന്നത്. നമ്മുടെ ജോലിയും ഉറക്കും ഭക്ഷണവും വിദ്യാഭ്യാസവും, എന്തിനധികം ദാമ്പത്യ ജീവിതവും ലൈംഗികത പോലും ആഖിറത്തിന് ഉപകാരപ്പെടും വിധത്തിലേക്ക് പരിവർത്തിക്കാൻ മതം പലപ്പോഴായി നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം കലയെയും സാഹിത്യത്തെയും ഒക്കെ പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. തനിക്ക് തോന്നിയതെല്ലാം അനുവദിക്കുന്ന ഒരു ശൈലി ഇന്ന് കാണുന്നുണ്ട്. CH മുസ്തഫയുടെ പുതിയ പ്രഭാഷണത്തിൽ അയാൾ പറയുന്നത് സിനിമ പോലെയുള്ള എല്ലാം ദീൻ വിലക്കാത്തതാണെന്നാണ്. എന്തുകൊണ്ട്? പൊതുവെ ട്രെൻഡിനെ ഒപ്പിച്ചിങ്ങനെ മുന്നോട്ട് പോയാൽ 4 ആളെ കിട്ടുമെന്നത് മാത്രമാണ് അതിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം. കാരണം സിനിമ പോലുള്ളത് നിരുപാധികം ഇസ്ലാം ഹലാലാക്കുന്നു, അനുവദിക്കുന്നു. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മളെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതത്തിന് വലിയൊരു ആത്മീയ പ്രാധാന്യം നൽകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ആഖിറത്തിലേക്കുള്ള യാത്രയെ നമ്മൾ മറന്നു പോവുകയാണ് പതിവ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മാലാഖീയമായ ചില ദർശനങ്ങളും അതോടൊപ്പം തിന്മ ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചികമായ ചില പ്രേരണകളും ഉണ്ടാകുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു തന്നതാണ്. എല്ലാ മനുഷ്യനും ഈ 2 വിധത്തിലുള്ള പ്രേരണകളുണ്ടാകും. ഒന്ന് നന്മയിലേക്കുള്ള വിശുദ്ധമായ പ്രേരണ, രണ്ടാമത്തെ തിന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈശാചികമായ പ്രേരണ. സ്വാഭാവികമായും മനുഷ്യൻ എന്ന രീതിയിൽ ഈ പൈശാചികമായ പ്രേരണയ്ക്ക് പിന്തുണ നൽകുമ്പോൾ ആഖിറം പരാജയപ്പെടുന്നു. നേരെ മറിച്ച് ശ്രദ്ധാപൂർവം ആത്മീകമായ പ്രേരണകളുടെ പിറകെ കൂടിയാലോ
തീർച്ചയായും വിജയിക്കുകയും ചെയ്യും. ഇബ്ലീസ് ആരെയും കൊണ്ടുപോയി തെറ്റ് ചെയ്യിപ്പിക്കില്ലെന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റും നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇബ്ലീസ് അതിന് പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സൂറത്ത് ഇബ്രാഹിമിൻ്റെ 24-ാമത്തെ വചനത്തിൽ ദീർഘമായ രീതിയിൽ പരലോകത്ത് വെച്ച് നരകത്തിൽ വെച്ച് ഇബ്ലീസും അവൻ്റെ അനുയായികളാകുന്ന അവനെ അംഗീകരിച്ച് ജീവിതം കുളന്തോണ്ടിയവരും തമ്മിലുള്ള ഒരു സംവാദം അള്ളാഹു ഉദ്ധരിക്കുന്നത്. വലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ തീരുമാനമാകുമ്പോൾ ഇബ്ലീസിൻ്റെ അനുയായികളെല്ലാവരും കൂട്ടത്തോടുകൂടെ നരകത്തിലേക്ക് എത്തുമ്പോൾ ഇബ്ലീസ് അവിടെ വെച്ച് അവരോട് പറയുമത്രേ, ഞാൻ നിങ്ങളെ കൊണ്ടുപോയി തെറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ കൊണ്ടുപോയി തെറ്റ് ചെയ്യിപ്പിച്ചിട്ടേയില്ല. പിന്നെയോ അള്ളാഹു നിങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ചു, ഞാൻ എൻ്റെ മാർഗത്തിലേക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വിളിയാളം നിങ്ങൾ അവഗണിച്ചു, നിങ്ങൾ എൻ്റെ പിറകെ കൂടി. അതുകൊണ്ട് ലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്, സ്വയം തന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. നരകത്തിൻ്റെ ഭീകരമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പ്രതി ചേർത്ത് സംസാരിക്കരുത്. അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് നന്മയിലേക്ക്, അതേ സമയത്ത് തിന്മയിലേക്ക് ഞാനും ക്ഷണിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ അംഗീകരിച്ചു, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പ്രേരണകളെ നിങ്ങൾ അവഗണിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കൂല, നിങ്ങൾ എന്നെ ഒട്ടും സഹായിക്കുകയും വേണ്ട, ഇവിടെ വെച്ച് നമുക്ക് വേർപിരിയാമെന്ന് സങ്കീർണമായ സന്ദർഭത്തിൽ ഇബ്ലീസ് പ്രഖ്യാപിക്കുന്നത് അള്ളാഹു ധരിക്കുന്നുണ്ട്. ഇതെന്തിനാണ്? ആഖിറത്തിന് വേണ്ടിയുള്ള ജീവിതത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ. സൂറത്തു യാസീനിലൂടെ അള്ളാഹു പറയുന്നത്, അലം അഹ്ദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅബ്ദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്നാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ ഇബ്ലീസ് നിങ്ങളുടെ കഠിനമായ ശത്രുവാണെന്ന്, വിരോധിയാണെന്ന്, അവൻ നിങ്ങളെ നന്മയുടെ ഭാഗത്തിൽ നിന്ന് തിരിച്ചുകൊണ്ടേയിരിക്കുമെന്ന്, നിങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാ അടവുകളും അവനും അവൻ്റെ അനുയായികളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്നിട്ടും നിങ്ങൾ അവനെ ഭയപ്പെട്ടോ? അലം അഹ്ദിയിലേക്കും, ഗംഭീരമായൊരു ചോദ്യമാണത്. നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ലായിരുന്നോ, കരാർ വാങ്ങിയിട്ടില്ലായിരുന്നോ എന്ന്? അല്ലാ തഅബ്ദു ശൈത്താൻ, ശൈത്താന് വഴിപ്പെടരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് ശക്തനായ വ്യക്തമായ ശത്രുവാണെന്ന്. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പരലോകത്തിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളെ മൊത്തം അവഗണിച്ചുകൊണ്ട് ഈ ഭൗതികമായ താല്പര്യങ്ങളുടെ പിറകെ കൂടുക എന്നത് നൈസർഗികമായി മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചിന്താ വ്യതിയാനമാണ്. അവിടെയാണ് അള്ളാഹുവിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. അത് കലയുടെയും സംഗീതത്തിൻ്റെയും വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ചിന്തയിലും നിമിഷത്തിലും അള്ളാഹുവിനെ ഓർക്കാനും പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാനുമാണ് മനുഷ്യരാകുന്ന വിശ്വാസികളാകുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കലയാവട്ടെ കായികമായ വിനോദങ്ങളാവട്ടെ ആഖിറത്തിന് പ്രതിസന്ധി ഇല്ലാത്ത വിധം നിർവഹിക്കാൻ കഴിയുമ്പോഴേ വിശ്വാസിയാകുന്ന മനുഷ്യർക്ക് അത് അവലംബിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഈ സാഹിത്യം അത് വിവിധ രീതിയിലുണ്ട്. പ്രഭാഷണങ്ങളുണ്ട്. നഫിൽ ബയാനി ലസിഹ്റ, പ്രഭാഷണത്തിൽ മാസ്മരികതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ചിലരുടെ നാവ് മാത്രമാണ് വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ആകെയുള്ള മൂലധനം. ചില പ്രഭാഷണങ്ങളെ ചരിത്രത്തെ മാറ്റിമറിച്ച് നമുക്കറിയാൻ പറ്റും. ഭൗതികമായും ആത്മീകമായും അങ്ങനത്തെ ചില സംഭവങ്ങളുണ്ട്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ പ്രഭാഷകൻ എന്നറിയപ്പെട്ടയാളാണ്. ഖതീബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ തങ്ങളുടെ പ്രഭാഷകൻ. നല്ല ശബ്ദമായിരുന്നു. നല്ല പറഞ്ഞാൽ തന്നെയും ഗംഭീരമായി, ഘനഗംഭീരമായി അത് തോന്നുമായിരുന്നു, അനുഭവപ്പെടുമായിരുന്നു. അതുകൊണ്ട് സൂറത്തുൽ ഹുജറാത്തിൻ്റെ പ്രഥമ ഭാഗത്തുള്ള ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി എന്ന് പറയുന്ന സൂക്തം അവതരിച്ചപ്പോൾ, നിങ്ങളാരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തരുത്. അൻ തഹ്ബത അഅമാലുക്കും അൻതും ലാ തശ്ഉറൂൻ, അത് കാരണം നിങ്ങളറിയാതെ നിങ്ങളുടെ അമലുകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്ന വചനം ഇറങ്ങിയതിന് ശേഷം സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങളുടെ സദസ്സിലേക്ക് വരാത്ത അവസ്ഥ പോലുണ്ടായി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആളെ പറഞ്ഞയക്കുന്നു. ഭവ്യതയോടുകൂടെ ദുഃഖപരവശനായി അദ്ദേഹം കടന്നു വരുന്നു. എന്തുകൊണ്ട് ക്ലാസ്സിൽ വരാത്തു എന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ, അറിയാലോ എൻ്റെ ശബ്ദം വളരെ വലുതാണ്,
ഞാൻ മെല്ലെ പറഞ്ഞാലും അത് ഗംഭീരമായി അനുഭവപ്പെടും. അത് അങ്ങയുടെ മുന്നിലാകുമ്പോൾ അങ്ങയുടെ ശബ്ദത്തേക്കാൾ എൻ്റെ ശബ്ദം ഉയർന്നു പോകുക സ്വാഭാവികം. അതുകൊണ്ട് എൻ്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വരാതിരുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കൾ ആ ഗണത്തിൽപ്പെട്ടതല്ല, അങ്ങ് സ്വർഗത്തിൻ്റെ അവകാശിയാണ്. പിൽക്കാലം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നു. നബി തങ്ങൾ തന്നെ നിയോഗിച്ച ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്ലാമിനും മദീനയ്ക്കും മദീനയുടെ ഭരണകൂടത്തിനും വലിയ ഭീഷണിയായിരുന്ന മുസൈലമത്തുൽ കദ്ദാബാകുന്ന അഭിനവ നബിയുടെ നബിത്വവാദിയുടെ 2 ലക്ഷത്തിലധികം വരുന്ന വലിയ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൻ്റെ ദുഃഖം, ഇനി ആർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്ന സഹാബിവര്യന്മാരുടെ ആത്മനൈരാശ്യം, ഇതെല്ലാം കൂടെ ചേരുകയും യമാമ ഗോത്രക്കാരാവുന്ന 2 ലക്ഷത്തോളം ആളുകളെ പ്രീണിപ്പിച്ച് ഒപ്പം കൂട്ടുകയും ഒരു മഹാസംഘം രൂപീകരിക്കുകയും ചെയ്ത ഈ മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള യുദ്ധത്തിൻ്റെ പല ഘട്ടങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ സൈന്യം ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ട്. കാരണം അവർക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. നബിതങ്ങൾ വഫാത്തായ ഉടനെയാണ് അവർ പോണത്. ഇതിൽ തന്നെ ഈ നബിതങ്ങൾ വഫാത്തായി മരണപ്പെട്ടു, ഞാൻ ഇന്നി ഖത്തൽതു മുഹമ്മദ എന്നൊരാൾ കള്ള പ്രവചനം നടത്തിയതോടുകൂടെ ഇനി ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് കരുതിയിട്ട് ആയുധം ഉപേക്ഷിച്ചവരാണ് അവർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുള്ള 1ാമത്തെ സൈനിക നടപടി, സത്യത്തിൽ അവർ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും അവർ പരാജയത്തിലേക്ക് എത്തിച്ചേർന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ടെന്റ് പോലും ശത്രുക്കൾ അതിക്രമിച്ചു കയറി, അവിടുത്തെ ഭാര്യയെ തടവിലാക്കി. ഇவ்விധം ഇസ്ലാം നബിതങ്ങളുടെ വഫാത്തിന് ശേഷമുള്ള 1ാമത്തെ സൈനിക നടപടിയിൽ പരാജയത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു പാറപ്പുറത്ത് കയറി നിൽക്കുന്നത്. ഖതീബുർ റസൂലാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രഭാഷകൻ. തൻ്റെ ഉജ്ജ്വലമായ ഘനഗംഭീരമായ ശബ്ദത്തിൽ അവിടുന്ന് ഒരു കൊച്ചു ഭാഷണം നടത്തി. ചരിത്രം മാറിമറിഞ്ഞു. അതോടുകൂടെ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് അവിടത്തേക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്തത് ഇങ്ങനെ അലസരായിട്ടായിരുന്നോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിലേക്ക് ഏൽപ്പിച്ച വിശുദ്ധമായ ഈ പ്രകാശം കെടുത്താൻ വേണ്ടി നമ്മൾ തന്നെ കൂട്ടുനിൽക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ശരങ്ങൾ, ചോദ്യശരങ്ങൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലേക്ക് ആഞ്ഞു തറച്ചപ്പോൾ അവർ ഊർജ്ജസ്വലത വീണ്ടെടുക്കുകയും മുസൈലിമത്തുൽ കദ്ദാബ് എന്ന ഇസ്ലാമിൻ്റെ അന്നത്തെ കൊടിയ ശത്രുവിൻ്റെ ശല്യം പൂർണ്ണമായി ഇല്ലാതാകുകയും ചെയ്തു. ഒരു പ്രഭാഷണം വരുത്തിവെച്ച അനുഭവത്തെ, ഫലത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിൽ ഇങ്ങേ തലയിൽ ജനാധിപത്യ രംഗത്തും മറ്റും അങ്ങനത്തെ കുറേ പ്രഭാഷണങ്ങളുണ്ട്. ഇന്നും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന മാർട്ടിൻ ലൂതറിൻ്റെ ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്നുള്ള പ്രഭാഷണം ചരിത്രത്തെ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് ഈ ആധുനിക പഠിതാക്കളാവുന്ന നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഈ പ്രഭാഷണത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന, റസൂലിൻ്റെ ഭാഷയിൽ സിഹർ, മാസ്മരികത്വമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? പ്രഭാഷണം എന്ന കലയെ നന്മയ്ക്കു വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ആദർശ വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് നന്മയായി മാറും, ഒരു നല്ല നന്മയ്ക്കുള്ള പ്രേരണയായി മാറും. നേരെ മറിച്ച് ഇതേ ഭാഷണം, ഇതേ സംസാര വൈഭവം തിന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴോ അത് തീർച്ചയായിട്ടും തിന്മയായി മാറുകയും ചെയ്യും. അപ്പോൾ ആഖിറത്തെ ഓർമ്മിപ്പിക്കുക, ഭൗതികമായും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭാഷാശുദ്ധി പഠിക്കാനോ പഠിപ്പിക്കാനോ വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സാഹിത്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് തീർച്ചയായിട്ടും നന്മയായി മാറും, അനുവദനീയവുമായി മാറും. നേരെ മറിച്ച് കവിതകളിലൊക്കെ പലപ്പോഴും കണ്ടുവരുന്നത് പോലെ അധമ വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന ശൈലിയിലുള്ള ഗാനങ്ങൾ, പാട്ടുകൾ, മ്യൂസിക്കുകൾ, ഇതൊന്നും ആഖിറത്തിന് പരമപ്രാധാന്യം നൽകുന്ന വിശുദ്ധമായ മതം അനുവദിക്കുന്നേയില്ല. അപ്പോൾ അത് സംഗീതം പാടുണ്ടോ എന്നും ചോദിച്ചിട്ട് ഇങ്ങനെ ട്രോൾ നടത്തിയത് കൊണ്ടോ കമൻറ്റ് കൊണ്ട് പിറകെ കൂടിയത് കൊണ്ടോ യാതൊരു ഫലവുമില്ല. കവിത, അതേപ്രകാരം പദ്യം, അതേപ്രകാരം പാട്ട്, അതേപ്രകാരം ഈ ഗണത്തിൽ വരുന്ന കുറേ സംഗതികൾ, അനുശോചനയോ ഗാനം, അല്ലെങ്കിൽ ഈ പുകഴ്ത്തിക്കൊണ്ടുള്ള മദ്ഹ് ഗാനം,
ഇങ്ങനെയുള്ള കവിതയുടെ അല്ലെങ്കിൽ പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ വിവിധ രീതികളുണ്ട്. ഇതിലൊക്കെ അനുവദനീയമായതും അല്ലാത്തതുമുണ്ട്. മനുഷ്യനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന കവിതകളും ഗാനങ്ങളും ഒക്കെ മതവിരുദ്ധമല്ലാത്ത കാലത്തോളം അനുവദനീയമാണ്. അത് പാടാൻ പറ്റും, അത് കേൾക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. നേരെ മറിച്ച് ധാർമ്മികമായി പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നവ അത് തീർച്ചയായും കവിതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും മറ്റെന്തു പ്രവൃത്തിയാണെങ്കിലും ഉപേക്ഷിക്കുക തന്നെ വേണം. കാരണം മറന്നു പോകരുത്, വിശ്വാസിയുടെ ഈ ജീവിതം പരലോകത്തിനുള്ള മുന്നൊരുക്കമാണ്. ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിയിട്ട് അങ്ങനെ ഈ വിനോദോപാധികളിലായിട്ട് ലയിച്ചിട്ട് ജീവിതത്തിന് പ്രാധാന്യമില്ലാതെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ധർമ്മങ്ങളെയും ദൗത്യങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള സാഹിത്യത്തോടുള്ള പ്രണയം, അതിൽ ലയിച്ചു ചേരൽ മതപരമായി വിലക്കപ്പെട്ടതുമാണ്. കാരണം നമുക്ക് കുറേ ധർമ്മങ്ങളുണ്ട്, ആത്മീയമായി മാത്രമല്ല ഭൗതികമായും. മക്കളെ നോക്കേണ്ടയാൾ മക്കളെ നോക്കാതെ കവിതയായിട്ട് പോയാലോ? അതുകൊണ്ടാണ് ഖുർആൻ പലപ്പോഴും കവികളെ എതിർക്കുന്നത്. അശ്വറ യത്തബിഹുൽ ഗാവൂൻ, സൂറത്ത് ശുഅറ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഖുർആനിൽ. എന്ന് വെച്ചാൽ കവികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കവികൾ ഭ്രാന്തമായ അഭിനിവേശത്തോടുകൂടെ ഓരോ ഇടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കവിതയെ ജീവിതം, അതിങ്ങനെ ആലപിക്കുക, പാടുക, പിന്നെയും സ്വരൂപ കൂട്ടുക, ആളെ കൂട്ടുക, അതിൻ്റെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ജീവിതം എന്ന മഹായാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ വിശ്വാസിയെ മതം വെറുതെ വിടൂല. ഇപ്പം തസവുഫ് വലിയ സംഗതിയാണ്. ആത്മീയമായി ചിന്തിച്ച് ഈ ഭൗതികമായ സംഗതികളെ മൊത്തം ഉപേക്ഷിക്കൽ നന്നായിട്ട് ഫലം ചെയ്യുന്നൊരു സംഗതിയാണ്. പക്ഷേ തസവുഫിൻ്റെ കൈപുസ്തകമായ വലിയ ആവാനുള്ള ആളുകൾ പഠിക്കണമെന്നും പ്രയോഗിക്കണമെന്നും സൈനുദ്ദീൻ മഖ്ദൂം ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയ അദ്ഖിയ തന്നെ പരിശോധിക്കുക. അമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മഖ്സബിൻ. കുടുംബമുള്ള ആൾ, ഭാര്യയുള്ളയാൾ, മക്കളുള്ള ആൾ, ചെലവെടുക്കൽ നിർബന്ധമായ മാതാവും പിതാവും ഒക്കെ ഉള്ളയാൾ. അമ്മൽ മുഈൽ ലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൻ. ജോലി ചെയ്യാതെ അവൻ എവിടെയെങ്കിലും കുത്തിയിരുന്ന് മഖ്ബറയിലാകട്ടെ പള്ളികളിലാവട്ടെ ദിക്റും ഖുർആനുമായി കൂടൽ അനുവദനീയമേ അല്ല. അമ്മൽ മുഈൽ അത് പറ്റും, ഏകനാണെങ്കിൽ. ഏകനാണ്, മൂപ്പർക്ക് ആരുമില്ല, ലൈംഗികമായി അയാൾക്ക് താല്പര്യമൊന്നുമില്ല, അതുവഴി ഹറാമൊന്നും സംഭവിക്കില്ല. കല്യാണം കഴിച്ചില്ല എന്നതുകൊണ്ട് ലൈംഗികമായ അധർമ്മത്തിൻ്റെ ഒരു സംഗതിയിലേക്കും അയാൾ എത്തിപ്പെടൂല. അത്രമേൽ ശ്രദ്ധാലുവാണ്, സൂക്ഷ്മശാലിയാണ്. അങ്ങനത്തെ ഒരാൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ദിക്റും സലാത്തുമായിട്ട് നടന്നു, സിയാറത്തുമായി നടന്നു, മഖ്ബറകളിൽ നിന്ന് മഖ്ബറകളിലേക്ക് അയാൾ പ്രയാണം ചെയ്തുകൊണ്ടിരുന്നു. അയാളെക്കുറിച്ചല്ല നമ്മൾ പറയണത്. നേരെ മറിച്ച് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതല്ലെങ്കിൽ നാം ചെലവെടുക്കൽ നിർബന്ധമായ വൃദ്ധരായ രോഗികളായ മാതാവും പിതാവും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾ ഞാനൊരു സൂഫിയാന്ന് പറഞ്ഞിട്ട് അന്തം മുട്ട് നടക്കാൻ പാടുണ്ടോ? ഇല്ല. അമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൻ. ജോലി ചെയ്യാതെ അയാൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ദിക്റിൻ്റെ ആളാന്നും പറഞ്ഞിട്ട് അഹങ്കരിക്കാൻ പാടില്ല. നേരെ മറിച്ച് അവൻ ജോലി ചെയ്യണം. എന്ന് വെച്ചാൽ മനുഷ്യനെ ഈ ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആഖിറത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ഇത് എന്ന ബോധത്തോടുകൂടെ തന്നെ ഈ ദുന്യാവിൽ അള്ളാഹു അനുവദിച്ചതായ ജീവിതം അല്ലലില്ലാതെ കഴിയാൻ പറ്റും വിധത്തിലുള്ള അധ്വാനം നടത്താൻ നമ്മളെയൊക്കെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദുന്യാവിന് വേണ്ടി അധ്വാനിക്കുന്നതും ദീനിൻ്റെ കൽപ്പനയായി മാറും. അതുകൊണ്ടാണ് അതിരാവിലെ വളരെ അർജൻറ്റായിട്ട് സഹാബികളുടെ മുന്നിലൂടെ പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജോലിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് സഹാബി വര്യന്മാർ ഇങ്ങനെ അപശ്രുതി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ആരോഗ്യവും അദ്ദേഹം ഈ ഒഴിവു സമയവും അദ്ദേഹത്തിൻ്റെ യുവത്വവും യൗവനവും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരിങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരുത്തുന്നത്, അദ്ദേഹം അതിരാവിലെ അതിശീഘ്രം മുന്നോട്ട് പോയി ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനാണെങ്കിൽ അദ്ദേഹം ദീനിൻ്റെ മാർഗത്തിലുള്ള പോരാളിയാണ്. അദ്ദേഹം കഠിനമായി അധ്വാനിക്കുന്നത് തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അന്നം നൽകാനാണെങ്കിൽ അദ്ദേഹം ദീനിനു വേണ്ടിയുള്ള പോരാളിയാണ്. ഇതൊന്നും വേണ്ട, സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കാൻ,
ആരെങ്കിലും മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് വല്ലതും തരണേന്നും പറഞ്ഞിട്ട് അള്ളാഹു മനുഷ്യന് നൽകിയ ആദരവിനെ നശിപ്പിക്കാതിരിക്കാൻ സ്വന്തം കാര്യം ഭംഗിയിലും മനോഹരവുമായി നടത്താനാണ് അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാളി തന്നെയാണ്. മെയ് 1-ാം തീയതി നമ്മൾ തൊഴിലാളി ദിനമൊക്കെ ആഘോഷിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രമേൽ ആത്മാഭിമാനത്തോടുകൂടെ പ്രഖ്യാപനം നടത്തുന്നു. ഈ അധ്വാനം മുഴുവനും ഒന്നുപോലും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ലളിത ചിന്ത വഴി ആലോചിക്കുകയാണെങ്കിൽ ദീനീപരമല്ല എന്ന് തോന്നും. കാരണം അയാൾ ദീനിനു വേണ്ടിയിട്ട് പോരാട്ടം നടത്തുകയല്ല, യുദ്ധത്തിൽ പങ്കെടുക്കുകയല്ല. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ഒരു പള്ളി നിർമ്മാണത്തിന് പണം സ്വരൂപം കൂട്ടാനൊന്നുമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കാനാണ് ഒരാൾ ഇങ്ങനെ അധ്വാനിക്കുന്നതെങ്കിൽ അദ്ദേഹം ദീനിലുള്ള പോരാട്ടത്തിൽ തന്നെയാണെന്നാണ്. അപ്പോൾ ആഖിറത്തിലേക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതമെങ്കിലും ഈ ജീവിതത്തെ അന്തം വിട്ട് അലസമായി മ്യൂസിക്കിന് പിന്നിൽ, ഗെയിമിന് പിന്നിൽ, അപ്രകാരം തന്നെ ഈ കുറേ ഓൺലൈൻ കുറികൾ, നറുക്കെടുപ്പുകളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പിറകിലൂടെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാനുള്ളതല്ല. സാഹിത്യമാവട്ടെ മറ്റെന്ത് പ്രവൃത്തിയാവട്ടെ ഇவ்விധത്തിലാണ് അതിൻ്റെ അനന്തരഫലമെങ്കിൽ ഇസ്ലാം അത് അനുവദിക്കൂല. ഓൺലൈനായിട്ടുള്ള കുറേ ഈ ചൂതാട്ടങ്ങളുണ്ട്. ഇപ്പോൾ ജനങ്ങൾ ഈ ചീട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പണം പറഞ്ഞ് കളിച്ചാലേ ഹറാമാവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു. ചൂതാട്ടങ്ങൾ ആദ്യം ഇത്തിരിയൊക്കെ ലാഭം കിട്ടും, പിന്നെ മൊത്തം പണയപ്പെടുത്തി ഭാര്യയുടെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കൂട്ടുകാരൻ്റെ ക്രെഡിറ്റ് കാർഡ് കടം വാങ്ങി. ഞാനൊരു അനുഭവമാണ് പറയണത്. നല്ലൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം എന്താണെന്നൊന്നും ഇപ്പോൾ ഞാൻ തൽക്കാലം പറയുന്നില്ല, നല്ലൊരു ഉദ്യോഗസ്ഥൻ, നന്നായിട്ട് പണം കിട്ടുന്ന ഉദ്യോഗമുള്ളൊരു ചെറുപ്പക്കാരൻ, അയാൾ ഈ ഓൺലൈൻ ചൂതാട്ടത്തിൽ കുടുങ്ങി അവസാനം സർവവും നശിച്ച് ഭാര്യയുടെയും ഭാര്യയുടെ ബന്ധുക്കളുടേതും മൊത്തം ഇല്ലാണ്ടായി. അവസാനം ജോലി പോലും ഇല്ലാതെ ബോധം കെട്ട് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നിന്ന് കുഴഞ്ഞ് വീഴുന്ന അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് റിക്കവർ ആവാൻ എത്രമേൽ കഠിനാധ്വാനം ചെയ്യണം. ഓൺലൈൻ ചൂതാട്ടങ്ങൾ നമുക്കറിയാലോ, ഓൺലൈനിൽ വീട് വിൽക്കലുകൾ 1000 രൂപ 250 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വീട് വിൽക്കാൻ വേണ്ടി സഹായിക്കാമെന്നും പറഞ്ഞ് കുറേ നറുക്കെടുപ്പുകൾ, അതിൻ്റെ പിറകെ നടക്കുന്ന കുറേ അബദ്ധങ്ങൾ, ചൂഷണങ്ങൾ, തട്ടിപ്പുകൾ. പ്രസിദ്ധമായ ഒരു നറുക്കെടുപ്പിൽ സംഭവിച്ചത് എന്തെന്നും പറഞ്ഞ് പിന്നെ കുറേ വീഡിയോസ് നടക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ നറുക്ക് അവർ കലാപരമായി വളരെ മുന്നേ പ്ലാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ അടിയിന്നെടുത്തു എന്നാണ് പറയണത്. അതെങ്ങനെ സംഭവിക്കുന്നുള്ളത് പലരും പിന്നെ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് വെക്കുക, ഒരാളുടെ വീട് വിൽപ്പനയ്ക്ക് വെക്കുക, ആ വിൽപ്പനയ്ക്ക് സഹായിക്കാനെന്ന രീതിയിൽ 1000 രൂപയുടെ ടോക്കണുകൾ ഇറക്കുക, അത് കോടികൾ പിരിവെടുക്കുക, എന്നിട്ട് ആ വീട് വിറ്റാലും 4 ഇരട്ടി ലാഭം ഉണ്ടാകും വിധം ലോട്ടറി ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുക. അവസാനം എന്നിട്ടും അത് പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ, ആദ്യമേ പ്ലാൻ ചെയ്ത ഒരാളുടെ ഈ ടിക്കറ്റ് ബോധപൂർവം എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് പെറുക്കിയെടുക്കുക. എന്നിട്ട് ടിക്കറ്റ് വഴി കിട്ടുന്ന വീടും അവർക്ക്, അതുവരെ പിരിച്ചത് മൊത്തം അവർക്ക് എന്ന രീതിയിൽ ആക്ഷേപിക്കപ്പെടുക. എന്താണ് ആലോചിച്ച് നോക്കുങ്ങൾ? എത്ര മനുഷ്യരെ ദുഃഖിപ്പിച്ച് കരയിപ്പിച്ചാണ് കുറേ ആളുകൾ പണം സ്വരൂപം കൂട്ടുന്നത്. ലോട്ടറി തന്നെയല്ലത്. ലോട്ടറി എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പാടില്ലെന്ന് പറയുന്നത്? അതിന് ലോകത്ത് ഇങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പറഞ്ഞുകൊണ്ടേയിരിക്കും. ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇസ്ലാമിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭൗതിക ലോകം ആകെ മാറിയെന്ന് കരുതിയിട്ട് ഇസ്ലാമിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളെ നമ്മൾ അവഗണിക്കാൻ പറ്റുമോ? ഒരാൾക്ക് 10 കോടി നൽകുന്നു, ഒന്നാം സമ്മാനം, ഒരു 7 കോടിയൊക്കെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ 6 കോടിയൊക്കെ കിട്ടുമായിരിക്കും. മറ്റേതൊക്കെ ടാക്സ് ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പോകും. രണ്ടാമത്തെ ആൾക്ക് 5 കോടി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് 1 കോടി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. അത്രയും ആളുകൾക്ക് ഭയങ്കരമായി കിട്ടലല്ലേ എന്ന് ചോദിക്കും. ആണെന്ന് നമ്മൾ തൽക്കാലം സമ്മതിക്കുക. ഇതുവരെ ലോട്ടറി അടിച്ച ആരും ഉന്നതന്മാരായിട്ടില്ല. ചായക്കടയിൽ നിന്ന് പ്ലേറ്റും ഗ്ലാസും കഴുകി, അതിൽ കഴുകിയത് പോരാഞ്ഞിട്ട് ഇത്തിരി ചായപ്പൊടിയുടെ അംശം കണ്ട് ചായക്കടയുടെ ഉടമസ്ഥൻ ചൂടുവെള്ളം ഒഴിച്ച കാരണം ഇറങ്ങിപ്പോയി
ഒരു പൈസ പോലും ശേഖരിക്കാതെ അല്ലെങ്കിൽ മൂലധനമില്ലാതെ കുഞ്ഞു 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 ബിസിനസ്സുകൾ തുടങ്ങി ഇന്ന് അറിയപ്പെടുന്ന വമ്പൻ മുതലാളിമാരായവരുണ്ട്. ഇതങ്ങനൊന്നുമല്ലല്ലോ. 10 കോടി ഒന്നിച്ച് കിട്ടുകയല്ലേ, അല്ലെങ്കിൽ 25 കോടി പ്രഖ്യാപിക്കുന്ന ഓണം ബമ്പറിൽ നിന്നൊക്കെ അവർക്ക് ഏകദേശം ഒരു 10-17 കോടി ഒന്നിച്ച് കിട്ടുകയല്ലേ. എന്നിട്ട് എന്താണ് അത്തരം ആളുകളൊന്നും പിന്നീട് ഒരു യൂസുഫ് അലിക്കയായി മാറാത്തത്? എന്തുകൊണ്ടാണ് അവർ RP പിള്ളയായി മാറാത്തത്? എന്തുകൊണ്ടാണത് സംഭവിക്കാത്തത്? നമുക്ക് അനുഭവമല്ല. അങ്ങനെ ചില പഠനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ലോട്ടറി കിട്ടിയ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച്. ബന്ധുക്കൾ ഇല്ലാതെയാകുന്നു, കുടുംബം തെറ്റണ്, സുഹൃത്തുക്കൾ മൊത്തം തെറ്റുന്നു, ഭയങ്കരമായ മാനസികമായ സമ്മർദ്ദങ്ങളിൽ അവർ കുടുങ്ങുന്നു. ഒന്നിച്ചു കുറേ കാശ് കിട്ടുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാതെ ധാർമ്മികമായി തകർന്നു പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് പല ആളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ. ആ ഭാഗം അവിടെ ഇരിക്കട്ടെ. ഒരാൾക്ക് 10 കോടി നൽകാൻ വേണ്ടി കോടിക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ നിരാശയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്നു. അതാണ് പ്രശ്നം. ലോട്ടറിയുടെ ഫലം നോക്കിയിട്ട് പേപ്പർ വലിച്ചെറിയുന്ന ആളുകളുണ്ട്, തൊട്ടടുത്തുള്ള സാധനങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്ന ആളുകളുണ്ട്, ഭാര്യയോടും പിള്ളേരോടും ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട്. ഈയിടെ കൗതുകത്തിൻ്റെ ഒരു കാഴ്ച കണ്ട്, ഒരു റൂം മുഴുവൻ ലോട്ടറിയുടെ ടിക്കറ്റുകൾ ഒരു മനുഷ്യൻ പണ്ട് മുതൽ എടുത്തു തുടങ്ങിയത്. ആകെ മൊത്തം അദ്ദേഹം 10-50 ലക്ഷത്തിലേറെ രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അന്ന് മുതൽ അയാൾ അതൊരു കലത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തുറന്നു നോക്കിയാൽ ലോട്ടറി അടിക്കുമായിരുന്നു. അതൊക്കെ സാധിക്കുമല്ലേ? പ്രായോഗിക രംഗത്ത് പറ്റുമല്ലേ? അതൊക്കെ വേറൊരു കാര്യം. ഓരോന്നോരോന്നും ഇങ്ങനെ സ്വരൂപ് കൂട്ടി വെച്ച് ഇത്രയും കാലാകുമ്പോഴേക്കും ഒരു 50 ലക്ഷം ഉണ്ടാക്കുക, അത് പ്രായോഗികമായി സംഭവിക്കുമല്ലേ? അതൊക്കെ മറ്റൊരു കാര്യമാണ്. അപ്പൊ ഇത്രയും ആളുകളെ നിരാശപ്പെടുത്തിയിട്ട് ഒരാൾക്ക് കുറെ കാശ് കൊടുക്കുക എന്നുള്ളതാണ് ലോട്ടറിയിൽ നടക്കുന്നത്. അത് തന്നെയാണ് ഇതുപോലെയുള്ള വസ്തുവിൽപ്പനകളിലും നടക്കുന്നത്. കാരണം മോഹിപ്പിക്കുകയാണ്. 1000 രൂപക്കൊരു വീട്, 1000 രൂപ സംഭാവന തരും എന്ന് പറയുകയാണെങ്കിൽ എത്ര പേര് തരും? 1 കോടി രൂപ വരാൻ മാത്രം എത്ര ആൾ തരും? നേരെ മറിച്ച് നിങ്ങൾക്ക് 1000 രൂപക്കൊരു വീട്. എല്ലാവരും ആലോചിക്കണം എന്താണ്? കിട്ടിയാൽ ഒരു വീട്, പോയാൽ 1000 രൂപ. 2 ആനകളങ്ങനെ പാപ്പന്മാർ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നിനെ എനിക്ക് തരുമെന്ന് ചോദിച്ചാൽ ഒരു ചങ്ങാതിയെ കുറിച്ച്, ഒരു ഗ്രാമീണനെ കുറിച്ചുള്ള ഒരു കഥ ഉണ്ട്. അവൻ്റെ സുഹൃത്തുക്കൾ വെച്ചൂടാ, എന്താ ചോദിക്കണത്? ഒരു ആന, പോപ്പിൻസ് ഒന്നുമല്ലല്ലോ 2 രൂപ കിട്ടണേ, ഒരാനനെയാണോ നീ ചോദിക്കണത്? ആ സമയത്ത് അയാൾ പറഞ്ഞതാണ്, കിട്ടിയാൽ ഒരാന, പോയാലൊരു വാക്ക്, എന്ത് നഷ്ടം? കിട്ടിയാൽ ഒരു വീട്, പോയാൽ 1000 രൂപ. എന്താ പ്രശ്നം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. നിറവെച്ച് കിട്ടാത്തപ്പോൾ നിരാശ വരും. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പണം സ്വരൂകൂട്ടുക, ആളെ പറ്റിക്കുക, എന്നിട്ട് പണം വാങ്ങുക, ഇത് പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല. ആഖിറത്തിനെ കുറിച്ചുള്ള വിചാരത്തോടു കൂടെ ആവണം നമ്മുടെ ഓരോ പ്രവൃത്തിയും, കലയും സാഹിത്യവും സമ്പാദ്യവും. അപ്പൊ നമുക്ക് ഈ നോവൽ പോലത്തെ സംഗതികളൊക്കെ വായിക്കാൻ പറ്റുമോ? നോവൽ വായിക്കാൻ പറ്റുമോ? കഥകൾ പറയാൻ പറ്റുമോ? ഇപ്പൊ SSFന്റെ സാഹിത്യോത്സവത്തിലൊക്കെ ചെറിയ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കഥ പറയും. UP മുതൽ കുട്ടികൾക്ക് വിഷയം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ മുന്നേയുള്ള ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഏട് വിശദീകരിക്കാൻ. ഇപ്രാവശ്യമൊക്കെ അങ്ങനെയാണ്. UPക്കാരുടെ വിഷയം അതാണ്. നേരെ വെച്ച് അതിനേക്കാൾ ചെറിയ കിഡ്സ് വന്നിട്ട് ഇങ്ങനെ കഥ പറയും. ചിലപ്പോൾ ഉള്ളതായിരിക്കും, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും. അങ്ങനെ ഇല്ലാത്ത കഥ പറയാൻ പറ്റുമോ? ഇസ്ലാം പറയുന്ന മാനദണ്ഡം ഇവിടെയും കൃത്യമാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഫലം കിട്ടുന്നതാണെങ്കിൽ, എന്തെങ്കിലും ഒരു സാരാംശം കിട്ടുന്നതാണെങ്കിൽ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു നന്മയ്ക്ക് പ്രേരണ കിട്ടുന്നതാണെങ്കിൽ പറയാം, കേൾക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഞ്ചതന്ത്ര കഥകളൊക്കെ വായിക്കാം. പഞ്ചതന്ത്ര കഥകൾ എന്ന് പറഞ്ഞാൽ അത് നിർമ്മിച്ചത് വ്യാസനാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അറബി പതിപ്പിലൊക്കെ ആമുഖത്തിൽ അല്ലാമ ബൈദബ എന്ന് കാണാം. ബദരായണ മഹർഷി എന്ന് അതിൻ്റെ അർത്ഥം. ബദരായണ മഹർഷി ആരാ? വ്യാസൻ. വ്യാസന്റെ ഒറിജിനൽ പേരതാണ്. വേദങ്ങളെ വസിച്ചത് കൊണ്ട് വ്യാസൻ എന്ന് പിന്നീട് അദ്ദേഹം ഓമനപ്പേര് കിട്ടിയതാണ്. ഈ ബദരായണ മഹർഷിയോട് രാജാവ് പറയുന്നത്, മക്കളെ നിർബന്ധിപ്പിക്കാതെ, ശിക്ഷയൊന്നും കൊടുക്കാതെ നന്നായിട്ട് ധാർമ്മിക ശിക്ഷണത്തിലൂടെ വളരാൻ പറ്റുന്ന ഒരു പുസ്തകം രചിക്കണം എന്നാണ്. അദ്ദേഹം കുറേ പ്രാവശ്യം ആലോചിച്ചാണ് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കുന്നത്, പഞ്ചതന്ത്രം കഥകൾ. ആ സംഗതി 2 വർഷത്തോളം അധ്വാനിച്ചാണ് പേർഷ്യയിലേക്ക് അന്നത്തെ ഒരു പാർഷ്യൻ പണ്ഡിതൻ പകർത്തിയെടുത്തു കൊണ്ടുപോകുന്നത്.
പേർഷ്യയിൽ നിന്ന് അറബിയിലേക്ക് വരുന്നത്, അറബിയിൽ നിന്ന് ലോകഭാഷകളിലേക്കൊക്കെ പോകുന്നത്, അറബിയിൽ നിന്നത് നമ്മുടെ കേരളത്തിലേക്ക് പിന്നെയും വന്നിരിക്കുന്നു. കലീല ദിംന എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് നോക്കുമ്പോൾ സാഹിത്യത്തിൻ്റെ ഒരു പര്യടനം, സാഹിത്യത്തിൻ്റെ ഒരു പര്യടനം. ഏകദേശം ഉപനിഷത്തുക്കളെല്ലാം ഫാരിസിയിലേക്ക് മാറ്റിയ രാജകുമാരനുണ്ടായിരുന്നു, ഷാജഹാന്റെ പുത്രൻ. ഏകദേശം ഉപനിഷത്തുക്കളും പുരാണങ്ങളുമെല്ലാം അദ്ദേഹം പേർഷ്യയിലേക്ക് മാറ്റി. ആ പേർഷ്യയിലേക്ക് സംസ്കൃതത്തിൽ നിന്നുള്ള പുരാണങ്ങളും ഹൈന്ദവ ഗ്രന്ഥങ്ങളും അന്ന് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത് ലോകത്ത് എവിടെ എത്തൂലായിരുന്നു, ഇവിടെ തന്നെ തിരിഞ്ഞു കളിക്കും. മാക്സിമുള്ളർ അതേക്കുറിച്ച് ധാരാളം പഠിച്ചു. പേർഷ്യനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോയ പുസ്തകം വായിച്ച അദ്ദേഹം പഠിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, സംസ്കൃതത്തിൽ വലിയ പണ്ഡിതനാകുന്നുണ്ട്. സംസ്കൃത പണ്ഡിതന്മാരിൽ പ്രമുഖനായ യാസ്കനെ പോലും തിരുത്താൻ പറ്റും വിധത്തിലേക്ക് അദ്ദേഹം സംസ്കൃതത്തിൽ പ്രാവീണ്യം നേടുന്നുണ്ട്. നമ്മുടെ ഈ ഭാരതീയമായ സംസ്കൃതികളെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചും ധാരാളമായി അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ ഖലീല ദിംന എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിലേക്ക് പോയി, അറബിയിലേക്ക് പോയി, അവിടുന്ന് പിന്നെയും തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ അത് വരികയാണ്, കേരളത്തിലേക്ക് വരികയാണ്. ഈ പുസ്തകം സാങ്കല്പികമായ കുറേ കഥകളാണ്. ഖലീല ദിംന 2 കുറുക്കന്മാരുടെ കഥയാണ്. സത്യത്തിൽ അങ്ങനൊന്നുണ്ടോ? ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അത് വായിക്കാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? ആ ഓരോ കഥയും ഓരോ ധാർമ്മികമായ കാര്യങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കഥ പറയും. ചെറിയ കുട്ടികൾ വന്നിട്ട് SBS-ൻ്റെയും അതിൻ്റെ താഴെ മഴവിൽ സംഘത്തിൻ്റെയൊക്കെ കുട്ടികൾ വന്നിട്ട് സാഹിത്യോത്സവത്തിൽ കഥ പറയും. കേട്ടിരിക്കാൻ നല്ല കൗതുകമായിരിക്കും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാഹിത്യ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും ഒരു ഫലം അതിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് കേൾക്കാം, അത് പഠിക്കാം, അത് പ്രയോഗിക്കാം. മഹാനായ ഇബ്നു ജറീർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 9-ാം വാള്യത്തിന്റെ 398-ാമത്തെ പേജിൽ ദീർഘമായി ഇത് സംബന്ധമായുള്ള സംസാരത്തിനൊടുവിൽ യൂഖദു വമിൻഹു യൂഖദു, ഇതിൽ നിന്ന് ലഭ്യമാണ് ഇല്ലു സമാഇൽ ആജീബി വൽ ഗറായിബി മിൻ കുല്ലി മാ ലാ യതയക്കനു കദ്ബുഹു ബികസ്ദിൽ ഫുർജതി ബൽ വമാ യതയക്കനു കദിബുഹു ലാകിൻ ഖുസിദ ബിഹി ലർബുൽ അംസാലി വൽ മവാഇദ് വ തഅലീമു നഹ്വി ശജാഅ അലാ അൽസിനത്തിൽ ഇങ്ങനെ പോന്നിട്ട് അലാ അൽസിനത്തിൽ ആദമിയീന ഔ ഹയവാനാത്തിൻ മൊത്തം പറയണം. അതായത് അത്ഭുതകരമായ കഥകൾ കേൾക്കാൻ പറ്റുമോ? പറ്റൂലേ? പറ്റും. വയൂഖദു മിൻഹു, ഇതിൽ നിന്ന് ലഭ്യമാണ് ഹില്ലു സമാഇൽ ആജീബി, കെട്ടുകഥകൾ, ഇങ്ങനെ അത്ഭുത കഥകൾ ഇങ്ങനെ പറയാം. വൽ ഖറായിബ്, അപൂർവമായ സംഗതികൾ ഇങ്ങനെ പറയാം. അപ്പോൾ പറക്കണ കുതിരൊക്കെ വരും അതിൽ. മിൻ കുല്ലി മാ ലാ യതയക്കനു കദ്ബുഹു ബികസ്ദിൽ ഫുർജതി ബൽ വമാ യതയക്കനു കദ്ബുഹു, അത് കളവല്ലെങ്കിൽ ഏതായാലും പറ്റും, കളവാണെങ്കിൽ പോലും അത് പറ്റും. ലാകിൻ ഖുസിദ ബിഹി ലർബുൽ അംസാലി, ഒരു ഉപമ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ വൽ മവാഇദ്, എന്തെങ്കിലും ഗുണദോഷിക്കാൻ വേണ്ടി, നന്മ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ചെറിയ കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ താത്വികമായ വിശകലനം തീരെ ഫലം ചെയ്യൂല. അവർക്കിങ്ങനെ കഥ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പറയേണ്ടി വരും. അങ്ങനെ രാജാവിനെ നമുക്കറിയോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അറിയോ? ഇല്ല. പണ്ടൊരു തത്ത എന്ന് വാഴമ്പട്ടയിലിരുന്നു എന്ന് പറയേണ്ടി വരും. പഞ്ചതന്ത്രത്തിലൊരു കഥയാണ്. അപ്പോൾ ആ വാഴങ്ങൻ്റെ പട്ടങ്ങനെ ഇളകിയിട്ട് തത്ത വീണു. തത്ത വീണപ്പോൾ അതിൻ്റെ കാലിൽ ഒരു മുള്ള് തറച്ചു. തത്ത മുള്ളിങ്ങനെ കുടഞ്ഞു കളയാൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ ചാടി. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അതിനൊരു സ്വർണത്തിൻ്റെ കട്ട കിട്ടി. ഇത് കണ്ട് കാക്ക വന്നു. അഹങ്കാരിയാണ് മൂപ്പരാൾ ആ പട്ടയുടെ മുകളിലിരുന്നു. പക്ഷേ അതിൻ്റെ കാലൊക്കെ കുറച്ച് ഹാർഡാണ്, മൂർച്ച കൂടുതലാണ്, ഒരണ്ട് വീണില്ല. അപ്പോൾ കുലുങ്ങി മൂപ്പരാൾ വീണു. നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഒരള്ള കാലൊക്കെ ആയപ്പോൾ മുള്ളു തറക്കണില്ല. മൂപ്പരാൾ കുത്തിച്ച് തറച്ചു. അങ്ങനെ മുങ്ങി. കിട്ടിയത് കരിക്കട്ടയാണ്. സത്യത്തിൽ കാക്കയെയും തത്തയെയും സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കട്ട കിട്ടിയാലും കരിക്കട്ട കിട്ടിയാലും ഇനി വേറെന്ത് മൂല്യമുള്ള സംഗതി കിട്ടിയാലും കണക്കാണ്. ദുനിയാവിൽ എല്ലാ സംഗതിയും അനുഭവിക്കാൻ യോഗമുള്ളത് മനുഷ്യർക്കാണ്. അള്ളാഹു മനുഷ്യനെയാണ് ദുനിയാവിന് വേണ്ടി സൃഷ്ടിച്ചത്. പക്ഷേ ഇവിടെ ഒരു സ്വഭാവം വരുന്നു. ഒരാൾക്കൊരു നന്മ കിട്ടിയാൽ അത് എനിക്കും കിട്ടണം എന്ന് കരുതിയിട്ട് നല്ല രീതിയിലല്ലാതെ അഹങ്കാരപൂർവ്വം പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം ശൂന്യമായിരിക്കും എന്നുള്ളൊരു പാഠം കിട്ടും. ഇങ്ങനത്തെ വല്ല വാഴലിനും വേണ്ടിയാണെങ്കിൽ, ധീരത പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, പണ്ട് രാജാവ് ഉണ്ടായിരുന്നു. രാജാവിനൊരു മോൻ ഉണ്ടായിരുന്നു. ആ മോൻ സിംഹത്തോട് തല്ലൂടായിരുന്നു, സിംഹത്തെ തോൽപ്പിക്കുമായിരുന്നു.
ഈ രാജാക്കന്മാരൊക്കെ അവരുടെ മക്കൾക്ക് ധീരതയ്ക്ക് വേണ്ടി ഇത്തരം കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് ആളുകളെ വെക്കുമായിരുന്നു. ധീരനായി വളരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കഥ പറഞ്ഞു കൊടുക്കണം. ചില പാട്ടിലൊക്കെ കാണല്ലോ, വീരനാമലിയാരുടെ പോരുഷയ്യ കേൾക്കണം, അതുപോലെ നീ വളരണം. അത് സത്യത്തിലുള്ളതാണ്. വീരനായിരുന്നു, വില്ലാളിയായിരുന്നു വലിയാര് തങ്ങൾ. ദന്തയുദ്ധത്തിലൊന്നും ഒരു മനുഷ്യന് തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ആ മഹാനുഭാവന്റെ കഥ പറഞ്ഞു കൊടുക്കുക ഉള്ളത്. ഇനി ഇല്ലാത്തൊരു രാജാവിൻ്റെ മോൻ്റെ കഥ ഇങ്ങനെ സങ്കല്പിച്ച് പറഞ്ഞു കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ധീരത ഉണ്ടാകാൻ വേണ്ടി. അല അൽസിനത്തി ആദമിയീൻ ഔ ഹയവാനാത്തിൻ, മനുഷ്യന്മാരുടെ നാവിലൂടെ ഉള്ള കഥ. അപ്പോൾ പണ്ട് രാജാവ് ഉണ്ടായെന്ന് രാജാവ് മോനോട് പറഞ്ഞു. അല്ലെങ്കിൽ മൃഗങ്ങളുടെ നാവിലൂടെ ഇങ്ങനെ എന്തോ ചെയ്യുക, സിംഹത്തിൻ്റെ കുട്ടിനോട് പറയാം, നീ ആരാന്നറിയണം, നീ നിന്റെ വർഗബോധം വീണ്ടെടുക്കണം, സത്വബോധം ഉൾക്കൊള്ളണം, നീ സിംഹമാണ്, നിന്നെ തോൽപ്പിക്കാനായിരിക്കും പറ്റൂല. അപ്പോൾ സിംഹത്തിൻ്റെ കുട്ടി പറയാണ്, ഞാൻ എല്ലാവരോടും യുദ്ധം ചെയ്ത് ജയിച്ചു വരും. അങ്ങനെ സിംഹം കുട്ടി പോയി എല്ലാവരോടും യുദ്ധം ചെയ്തു. ഇങ്ങനെയൊക്കെ ഒന്നുകിൽ ഹയവാനാത്തിൻ്റെ നാവിലൂടെ ഈ കഥ വരിക, അല്ലെങ്കിൽ മനുഷ്യരുടെ നാവിലൂടെ കഥ വരിക. ഇങ്ങനെയുള്ള സംഗതികൾ കേൾക്കാമെന്നും പറയാമെന്നും മേലെ അദ്ദേഹം നടത്തിയ ദീർഘമായ ചർച്ചയെ ഉപന്യസിച്ചുകൊണ്ട് ഉപസംഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇത് പറ്റുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ കളികളുടെയും വിനോദങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം. ഇപ്പം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടും, അങ്ങനത്തെ വിനോദങ്ങളാവാം. പക്ഷേ നിയമങ്ങൾ പാലിക്കണം. ഔറത്ത് വെളിപ്പെടാൻ പാടില്ല. 1, പന്തയം വെച്ചാകാൻ പാടില്ല. 2, നിസ്കാരം പോലെയുള്ള നിർബന്ധിതമായ കർമ്മങ്ങൾ ഖളാ ആക്കിയിട്ടോ നശിപ്പിച്ചിട്ടോ ആകാൻ പാടില്ല. 3, പിന്നെ ശരീരത്തിന് ഉപകാരം ഉണ്ടാവണം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഔറത്തൊക്കെ മറച്ചിട്ട് നിസ്കാരം ഖളാ ആവാതെ ജയിച്ച ടീം തോറ്റ ടീമിന് നിർബന്ധമായും കുഴിമന്തി മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പന്തയം വെക്കാതെ പന്തുകളിയാവാം. രാവിലെ ഓടാം. വെറും ആനന്ദത്തിന് വേണ്ടി മാത്രം കളികൾ, മത്സരങ്ങൾ, തല്ലൂടലുകൾ, സ്റ്റേഡിയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള അടികൾ, കുത്തുകൾ, പോരാട്ടങ്ങൾ, സിനിമാ ഭ്രാന്തന്മാർ നടത്തുന്ന കുറേ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ. ഈ ജാതി മനുഷ്യന് നാശമുണ്ടാക്കുന്ന ഒരു സംഗതിക്കും ഇത് കാരണമായി കൂടാ. ശരീരത്തിന് വ്യായാമം പറ്റൂലേ? പറ്റൂ. അതുകൊണ്ടല്ലേ കുതിരയോട്ടം പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അമ്പെയ്ത്ത് പഠിപ്പിക്കാൻ പറഞ്ഞത്. അമ്പെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട സംഗതിയാണ്. ഏറ്റവും നല്ല ഏകാഗ്രത കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾ പറഞ്ഞേട്ട കഥയിലൊക്കെ അല്ലേ ഓരോരുത്തരെ വിളിച്ചിട്ട് ദ്രോണാചാര്യർ നീ പക്ഷിയെ കാണുന്നുണ്ടോ ചോദിക്കണത്. എല്ലാവരും കാണുന്നുണ്ട്. എന്നെ കാണുന്നുണ്ടോ? ഉണ്ട്. മരം കാണുന്നുണ്ടോ? ഉണ്ട്. പ്രകൃതി മൊത്തം കാണുന്നുണ്ട്. മാറി നിൽക്കും എന്ന് പറയണത്. ഏറ്റവും അവസാനം അർജുനൻ വരുന്നു. ആളോട് നീ പക്ഷിയെ കാണുന്നുണ്ടോ ചോദിക്കുന്നു. ഇല്ല. എന്നെ കാണുന്നുണ്ടോ ചോദിക്കുന്നു. ഇല്ല. എന്ത് കാണുന്നു? പക്ഷിയുടെ കഴുത്ത് മാത്രം. കാരണം അവിടെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അദ്ദേഹം അമ്പെയ്യുന്നു, കഴുത്തിൽ തന്നെ കൊള്ളിക്കുന്നു എന്നൊക്കെയുള്ള കഥ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്താ കഥയുടെ പാഠം? അത്രയ്ക്ക് സൂക്ഷ്മത വേണ്ട, ശ്രദ്ധ വേണ്ട ഒരു സംഗതിയാണ് ഈ അമ്പെയ്ത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം അമ്പെയ്ത്താകാമോ? പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞു. ഏറ്റവും നല്ല വ്യായാമങ്ങളിൽ, എക്സസൈസുകളിൽ പെട്ട ഒന്നാണ് നീന്തൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്തൽ പഠിപ്പിക്കാൻ പറഞ്ഞു. അവിടുന്ന് തന്നെ തൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ 4-4.5 വയസ്സിൽ നീന്തൽ പഠിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. താരതമ്യേന കുളങ്ങളോ ജലാശയങ്ങളോ കുറവുള്ളൊരു നാടാണ് മക്കയും മദീനയും. എന്നിട്ട് പോലും തൻ്റെ കുട്ടിക്കാലത്ത്, ശിശുത്വം നിലനിൽക്കുന്ന കാലത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്തൽ പഠിച്ചു. അപ്പം ശരീരത്തിനോ ബുദ്ധിക്കോ ഉപകാരമുള്ള, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വല്ല നന്മയും പഠിപ്പിക്കാൻ പറ്റുന്ന, പൂർവികരുടെ ചരിത്രം പറഞ്ഞ് ധീരത ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാഹിത്യം പഠിക്കാൻ പറ്റും വിധത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ മതം അനുവദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു നിയന്ത്രണം വെക്കുന്നത്? മനുഷ്യൻ നശിച്ചു പോവാതിരിക്കാൻ. ഇപ്പൊ കൊറിയൻ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധമാം സദസ്സ് മലിനമാക്കുന്നില്ല. 7 പ്രധാനപ്പെട്ട പാട്ടുകാരുണ്ട് അവിടെ. അക്കാലത്ത് അവർ പാട്ട് നിർത്തിയിട്ട് ആരാധകരെല്ലാവരും പ്രക്ഷോഭവും ദുഃഖവും കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. ലോകത്ത് ആ കൊറിയൻ ഭാഷ ഒട്ടുമിക്ക ആൾക്കും അറിയാത്തൊരു സംഗതിയാണ്. ആ ഭാഷ അറിയാഞ്ഞിട്ട് പോലും അവരുടെ മ്യൂസിക്കിന് കോടിക്കണക്കിന് ആരാധകരുണ്ട്. നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 പെൺകുട്ടികളെ പോലീസ് പൊക്കി. അവർ ഡൽഹിക്ക് പോവുക. എന്തിനാ ഡൽഹിക്ക് പോകുന്നത്? ഡൽഹിയിൽ നിന്ന് കൊറിയയിലേക്ക് പോകണം. എന്തിന്? ഈ മ്യൂസിക്കുകാരെ കാണണം. ലോകത്ത് മൊത്തം കൊറിയൻ മ്യൂസിക്കിന് വലിയ ആരാധകരുണ്ട്.
അതിൽ വരുന്ന ഏത് അധർമ്മങ്ങളും അങ്ങനെ തന്നെ സ്വീകരിക്കാൻ കുട്ടികൾ മത്സരിക്കാൻ നിൽക്കുന്നു. കുട്ടികളുടെ മാനസികാവസ്ഥയെ തകർക്കുന്നു എന്ന രീതിയിൽ വിമർശനങ്ങളുണ്ട് ധാരാളമായിട്ട്. കുട്ടികളുടെ പഠനത്തെ വല്ലാതെ ബാധിക്കുന്നു എന്ന് വിമർശനങ്ങളുണ്ട്. കുറേ മ്യൂസിക്കുകൾ പലപ്പോഴും നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമല്ലോ, ഇസ്ലാമിനെ മ്യൂസിക് അനുവദനീയമല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രോളുകളൊക്കെ. അതങ്ങനെ ട്രോളാൻ മോഹമുള്ളവർ ട്രോളിക്കൊണ്ടേയിരിക്കും. മനുഷ്യനാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, കുടുംബ ബന്ധത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയുമുള്ള അധ്വാനത്തിനും ഊർജ്ജസ്വലതക്കും ശ്രദ്ധയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. സ്വാഭാവികമായും അതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന എല്ലാ സംഗതികളെയും ദൂരേക്ക് മാറ്റിവെക്കാൻ മതം പറയും. അത് മതത്തിൻ്റെ നല്ല ശീലമാണെന്ന് മനസ്സിലാക്കുക. ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്നും അവിടെയാണ് അനന്തമായ ജീവിതമെന്നും മതം പഠിപ്പിക്കുന്നു. അങ്ങനത്തെ വിശ്വാസിയോടാണ് മതം പറയണത് നിന്നെ മലിനമാക്കുന്ന, നിന്നെ ഊർജ്ജസ്വലതയിൽ നിന്ന് നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന, അന്തർമുഖത്വം നൽകുന്ന, അധ്വാനിക്കാനുള്ള ശേഷിയും താല്പര്യവും ഇല്ലാതെയാക്കുന്ന ഒരു സംഗീതവും വേണ്ടെന്ന് അത് വിശ്വാസി സ്വീകരിക്കും. അപ്പുറത്തെങ്ങാണ്ടുള്ള ഒരാൾ എന്തിനാ അതേക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയണത്? ഈ ഇസ്ലാം പോരാന്ന് തോന്നിയിട്ട് ഇറങ്ങിപ്പോയി, എന്നാലും ഇസ്ലാമിൻ്റെ ആ ഒരു ലേബലിൽ അറിയപ്പെടുന്ന ആ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിങ്ങൾ എന്തിനാ ഈ വിഷയത്തിൽ പരിഭവപ്പെടുന്നത്? ഇത് നമ്മുടെ തറവാട്ടിലെ കാര്യമാണ്. അവരെന്തിനഭിപ്രായം പറയണം? ഇതൊക്കെ താല്പര്യമുള്ളവരാണ് ഈ മതത്തിൽ നിലകൊള്ളേണ്ടത്. ഏറ്റവും പുതിയ സെൻസസിൽ പോലും മറ്റ് ആദർശങ്ങളെക്കാൾ 250% വളർച്ചയാണ് പരിശുദ്ധ ഇസ്ലാമിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ ചില സ്വകാര്യ മാധ്യമങ്ങളൊക്കെ അത് വമ്പിച്ച വിവാദമാക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെ വിവാദമാക്കാൻ ശ്രമിക്കുക? ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ആദർശം പരിശുദ്ധ ഇസ്ലാം. ഇന്നും എന്തൊക്കെ പ്രചാരണങ്ങളുണ്ട്? ഇസ്ലാം സമം, ടെററിസം വ്യാപകമായി സമൂഹത്തെ സ്വാധീനിച്ചൊരു വൃത്തികെട്ട പ്രയോഗം. ലോകത്തുള്ള ഇസ്ലാമിക സംസ്കൃതികളെല്ലാം നശിപ്പിക്കണം. ഒരു 25 വർഷത്തിനിടക്ക് 11 ഇസ്ലാമിക ഭരണങ്ങളും രാജ്യങ്ങളുമാണ് ഈ അങ്കിൾസാമിൻ്റെ നേതൃത്വത്തിൽ നശിപ്പിക്കപ്പെട്ടത്. കുഞ്ഞു കാരണങ്ങൾ ഉണ്ടാക്കി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചിരിക്കുന്നു, ഞാൻ ആവർത്തിക്കുകയല്ല. എന്തെങ്കിലും ഒരു കാരണം പറയുക, അതുണ്ടാവണമെന്നൊന്നുമില്ല. എന്നിട്ട് തകർത്ത് തരിപ്പിണമാക്കുക. എത്ര ഇസ്ലാമിക രാജ്യങ്ങൾ, എത്ര കോടി മുസ്ലിം ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത്. നമ്മളിങ്ങനെ ഓരോ യുദ്ധം കഴിയുമ്പോൾ അത് തീർന്നു കരുതി മാറി നിന്നാൽ പറ്റുമോ? ഈ ചിന്തയിലെങ്കിലും അത് വേണ്ടേ? 10 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇറാഖിൽ കൊന്നത്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ എത്ര യുവാക്കൾ, എത്ര മക്കൾ, പിഞ്ചോമനകൾ. അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ 11 രാഷ്ട്രമാണ് ജോർജ് W. ബുഷ് മുതൽ ഇന്നുള്ള ട്രംപ് വരെയുള്ള അമേരിക്കൻ നേതാക്കളും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ടോണി ബ്ലെയർ പോലെയുള്ള ഈ ബ്രിട്ടന്റെ നേതാക്കളും ചേർന്ന് ഇല്ലാതെയാക്കിയത്. കോടിക്കണക്കിന് മനുഷ്യരെ പച്ചക്ക് കൊന്ന് നശിപ്പിച്ചിട്ടും ഇസ്ലാം സമം ടെററിസം എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെയും അമാന്യമായ രീതിയിൽ വസ്തുതയ്ക്ക് 100% വിരുദ്ധമായി ആരോപണങ്ങൾ കൊണ്ട് മൂടിയിട്ടും ഏറ്റവും പുതിയ സെൻസസിലും ഏറ്റവും കൂടുതൽ വർധനവും വളർച്ചയും വികാസവും രേഖപ്പെടുത്തിയ ആദർശം പരിശുദ്ധ ഇസ്ലാമാണ്. ഇത് ആരെയും വിഷമിപ്പിക്കാൻ പറയണതൊന്നുമല്ല, അതാണ് വസ്തുത. ഇത് പകലാണെന്ന് പറയുന്നത് കൊണ്ട് ആരെങ്കിലും വിഷമിച്ചിട്ടെന്ത് കാര്യം? അപ്പൊ എന്നിട്ട് പുറമുള്ള ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറയാം, അത് ശരിയല്ല, നിങ്ങൾക്ക് സംഗീതം പറ്റൂലല്ലോ. സംഗീതം പറ്റും, അമുസ്ലിങ്ങളുടെ സംഗീതം പോലും പറ്റും. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലെ 2255 വചനം, ഹബീബായ റസൂൽ തങ്ങൾ ഒരു യാത്രയ്ക്കു മധ്യേ ഒരു സഹാബി വര്യം പറയാണ്, റദിഫ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാനൊരു ദിവസം റസൂലുള്ളാഹി തങ്ങളെ അനുഗമിച്ചു. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, ഹൽ മഅക മിൻ ശഅരി ഉമയ്യത്ത് ബിൻ അബിസ്വൽതി ഷൈഉൻ, ഉമയ്യത്ത് ബിൻ അബിസ്വൽത്തിന്റെ കവിതകൾ നിനക്ക് കാണാതെ അറിയുമോ? ഉമയ്യത്ത് ബിൻ അബിസ്വൽത്ത് എന്ന് പറയുന്ന ദാർശനിക കവിയുടെ കവിതകൾ നിനക്ക് കാണാതെ അറിയുമോ? മഹാനായ ആ സഹാബി വര്യൻ പറഞ്ഞു, ഖുൽതു നഅം, എനിക്ക് കുറെ അറിയാം. ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, ഹി, പാടുവിടുന്ന് പറഞ്ഞു. ഒരാളോട് ചോദിക്കാം, ഉമയ്യത്ത് ബിൻ അബിസ്വൽത്തിന്റെ കവിത അറിയാമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം. ആവേശം കൊണ്ട് റസൂലുള്ളാഹി പറയാ, ഭയങ്കര ഉഷാറ്. അങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരുന്നു. ഫഅൻശത്തുഹു ബൈതൻ, ഞാൻ ഒരു കവിത പാടി.
ഫഖാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹീ ഭയങ്കര സന്തോഷം. സുമ്മൻഷദ്തു ബൈത്തൻ, ഞാൻ മറ്റൊരു കവിത പാടി. റസൂല് പിന്നെയും സന്തോഷം പ്രകടിപ്പിച്ചു. ഹത്താ അൻഷദ്തുഹു മിഅത ബൈത്തിൻ, അങ്ങനെ 100 കവിതകൾ ഞാൻ ആ യാത്രയിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, പാടിക്കൊടുത്തു. ഇതിന്റെ മറ്റൊരു റിവായത്തിലുള്ളത് എന്താണ്? ഫഅർദഫനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഒപ്പം കൂട്ടി എന്നാണ്. കവിത കേൾക്കാൻ ഉമയ്യത്ത് ബിൻ അബിസ്വൽത്തിന്റെ കവിത കാണാതെ അറിയുന്ന എന്നെ റസൂലുള്ളാഹി തങ്ങൾ ഒപ്പം ചേർത്തു എന്നാണ് മറ്റൊരു റിവായത്തിലുള്ളത്. കുറച്ചും കൂടി സ്ട്രോങ് ആവും അത്. എന്നിട്ട് ഞാൻ ഒരു കവിത പാടിയപ്പോൾ റസൂൽ സന്തോഷം പ്രകടിപ്പിച്ചു, പിന്നെയും പാടി, അപ്പോഴും പിന്നെയും പാടി, അപ്പോഴും. അങ്ങനെ ആ യാത്രയിൽ ഞാൻ 100 കവിതകൾ പാടിക്കൊടുത്തു. എല്ലാം റസൂലുള്ളാഹി ആസ്വദിച്ചു. ആരാണ് ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത്? അതുകൂടെ അറിയണം, അദ്ദേഹം അവിശ്വാസിയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പ്രസിദ്ധമായൊരു വചനമുണ്ട്, ആമന ശിഅ്റു ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് വകഫറ ഖൽബുഹു. ഉമയ്യത്ത് ബിൻ അബി സ്വൽത്തിന്റെ കവിതകൾ ഈമാനുള്ളതാണ്, അയാളുടെ ഹൃദയം കുഫറാണ്. ഉമയ്യത്ത് ബിൻ അബി സ്വൽത്തിന്റെ കവിതകൾ ത്വാത്വിക വചനങ്ങളാണ്, അതുകൊണ്ട് അത് ഈമാനുള്ള കവിതകളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം കുഫറാണ്, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. നോക്കുങ്ങള്, അമുസ്ലിമായൊരു മനുഷ്യന്റെ ഒരു കവിയുടെ ത്വാത്വിക കവിതകൾ ഒരു യാത്രാമധ്യേ മൊത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസ്വദിക്കുകയാണ്. ആ മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. കവിതയെ ഇസ്ലാം മാറ്റി നിർത്തിയോ? ഇല്ല. കവിതയും പദ്യമൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത്രമേൽ ദാർശനിക ചർച്ചയിലേക്ക് പോകണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കവിതയ്ക്ക് പ്രാസം വേണമെന്നില്ല എന്നാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. പദ്യമാണെങ്കിൽ പ്രാസം വേണ്ടി വരും. നമ്മുടെ ഗ്രാമർ പഠിക്കുന്ന അൽഫിയ അത് പദ്യമാണ്, കവിതയല്ല. കവിതയിൽ അലങ്കാരങ്ങൾ കൂടും, കവിതയിൽ താത്വികത കൂടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭാഷ പഠിക്കേണ്ടതിൻ്റെ ഭാഗമായി നമുക്ക് അമുസ്ലിങ്ങളുടെ കവിത ഉപയോഗപ്പെടുത്താം. എന്തെങ്കിലും സന്തോഷവും ആസ്വാദനവും ഹൃദയത്തിന് ധാർമ്മികമായ ചിന്തയും വരുമെങ്കിൽ മതവിരോധികളുടെ കവിത പോലും നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ നാട്ടിലുള്ള പ്രസിദ്ധരായ കവികളുടെ പല കവിതകളും വായിച്ചാൽ നമുക്ക് പല വിഷയത്തിലും പ്രചോദനം ഉണ്ടാകും. എങ്ങനെയാണ് മക്കൾ അമ്മയെ സ്നേഹിക്കേണ്ടത് എന്ന് ബാലാമണി അമ്മയുടെ അമ്മ എന്ന കവിതയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. സാധാരണഗതിയിൽ അതറിയാത്ത ഒരാൾ ആ കവിത പാടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും മാതാപിതാക്കളെ സ്നേഹിക്കണം, പരിചരിക്കണം എന്ന് തോന്നും. 4 മക്കൾ ഉണ്ടായിട്ടെന്നും പറഞ്ഞാണ് ബാലാമണി ആ കവിത തുടങ്ങുന്നത്. ഒരു വൃദ്ധ വല്ലാതെ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച്, പ്രകൃതിയെ എങ്ങനെ നമ്മൾ വളർത്തണം എന്നതിനെ കുറിച്ച് ONVയുടെ ഭൂമിക്കൊരു ചരമഗീതം വായിച്ചാൽ നമ്മുടെ മനസ്സിൽ സ്ഥാനം കൂടും. ഇനിയും മരിക്കാത്ത ഭൂമിനിൻ ആസന്ന മൃത്യുവിൻ ആത്മശാന്തി. ഇനിയും മരിച്ചിട്ടില്ല, നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രകൃതിയെ എങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത് മരിക്കും എന്നാണ് കവി പറയണത്. നമ്മളിങ്ങനെ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരുന്നാൽ, പ്ലാസ്റ്റിക് മൂടിക്കൊണ്ടിരുന്നാൽ, നമ്മൾ പ്രകൃതിയെ വേണ്ട വിധം പരിഗണിക്കാതിരുന്നാൽ അത് ഉടനെ മരിക്കുന്നാണ് കവി പറയുന്നത്. ഇനിയും മരിക്കാത്ത ഭൂമിനിൻ ആസന്ന മൃത്യുവിൻ ആത്മശാന്തി എന്നും പറഞ്ഞ അദ്ദേഹം അത് തുടങ്ങുന്നത്. അങ്ങനെ ധീരത കിട്ടും വിധത്തിലുള്ള കവിതകൾ, സാഹിത്യ വൈഭവം നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റും വിധത്തിലുള്ള കവിതകൾ. അത് നേരാവണ്ണം നമ്മുടെ മതശീലുകളോട് യോജിച്ച് പൊയ്ക്കൊള്ളണം എന്ന് പോലുമില്ല. നമ്മുടെ വിശുദ്ധമായ പള്ളികളിൽ ഇരുന്നിട്ട് നമ്മുടെ കുട്ടികൾ ഓതിപ്പടിക്കുന്ന ഗ്രാമറിൽ ഉദാഹരണത്തിന് വരുന്ന പല കവിതകളും ഈ വിശുദ്ധമായ സദസ്സിൽ ഞാൻ ആലപിച്ചാൽ അതിൻ്റെ പശ്ചാത്തലമോ അതിൻ്റെ ആവശ്യകതയോ വേണ്ട വിധം മനസ്സിലാക്കാത്ത പലരും പ്രതിഷേധിച്ചേക്കും. കാരണം അറബി സാഹിത്യം പഠിക്കണമെങ്കിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് വ്യാപകമാവുകയും അന്യ ഭാഷക്കാരും മതക്കാരും മുസ്ലിങ്ങളോടുള്ള ഐക്യവും മിംഗ്ലിങ്ങും ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ മുന്നേയുള്ള കവിതകൾ വേണം. എന്തുകൊണ്ട്? വിവിധ ഭാഷക്കാർ, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു 250 വർഷമെങ്കിലും ജീവിച്ച സഹാബി വര്യനാണ്. 360 വർഷം ജീവിച്ചു എന്നും അദ്ദേഹത്തെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. കാത്തിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു.
ലോകം കാത്തിരിക്കുന്ന ഒരു മഷിഹ വരാനിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പണ്ടേ അറിയാമായിരുന്നു. മജൂസിയായിരുന്ന അവിടം മുതൽ ക്രിസ്ത്യാനിയായി, ജൂതനായി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഒരു ജൂത പണ്ഡിതനിൽ നിന്ന് മുഹമ്മദ് എന്ന് പറയുന്ന, അഹമ്മദ് എന്ന് പറയുന്ന അന്ത്യപ്രവാചകൻ അവതരിക്കാനുള്ള സമയമാണിത്. നിറയെ ഈത്തപ്പനയുള്ളൊരു നാട്ടിലേക്ക് ഇനി എത്തും, അവിടെ അദ്ദേഹത്തെ കണ്ടുമുട്ടുമെന്ന പ്രവചനവും ശ്രവിച്ച് അദ്ദേഹം യാത്ര നടത്തിക്കൊണ്ടേയിരുന്നു. ഹബീബായ റസൂൽ തങ്ങളുടെ വിശേഷണങ്ങൾ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു. സ്വതക്ക സ്വീകരിക്കാത്ത റസൂൽ, ഹദിയ സ്വീകരിക്കുന്ന റസൂൽ, രണ്ട് ചുമലിൻ്റെയും ഇടയിൽ അന്ത്യപ്രവാചകത്വത്തിന്റെ വിശുദ്ധമാം മുദ്രയുള്ള പ്രവാചകൻ. അദ്ദേഹം റസൂലിനെ സമീപിക്കുന്നുണ്ട്. ഇത് സ്വതക്കെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന തോട്ടത്തിൽ നിന്നിടുന്ന നല്ല ഈത്തപ്പഴം നബിക്ക് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെനിക്ക് വേണ്ടെന്നു പറയുന്നു. ഒന്നാമത്തെ ലക്ഷണം പൂർണ്ണമാകുന്നു. പിന്നീട് ഒരിക്കൽ അദ്ദേഹം വരുന്നുണ്ട്, ഇത് ഹദിയാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വീകരിക്കുന്നു. ഒന്നെടുത്ത് കഴിച്ചു, ബാക്കിയുള്ളത് സദസ്സിൽ വിതരണം ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ചുറ്റിത്തിരിഞ്ഞു നടന്നു. ആ തോളിൽ നിന്ന് ആ ഷോളൊന്ന് നീങ്ങി കാണണം. പ്രവാചകത്വത്തിൻ്റെ അവസാനം പരിപൂർത്തിയുടെ ലക്ഷണം കാണണം. അതുകൂടെ ആസ്വദിച്ച് പൊട്ടിക്കരഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഏറ്റവും ചുരുങ്ങിയത് 250 വർഷം ജീവിച്ചു ഈ ഒരു പ്രയാണത്തിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ചരിത്രം മനോഹരമായി വിശദീകരിക്കുന്ന മർഹൂം PMK ഫൈസി ഉസ്താദിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിന് അദ്ദേഹം നൽകിയ പേര് സത്യം തേടിയ ഒരു തീർത്ഥയാത്ര എന്നാണ്. അതാണ് ആ പുസ്തകത്തിന് ഏറ്റവും യോജിച്ച പേരും. കാരണം ഒരു നൂറ്റാണ്ടോളം ഒരു അഭിപ്രായ പ്രകാരം ജീവിക്കാണ് അദ്ദേഹം. 360 കൊല്ലം ജീവിക്കാണ്. എന്തിന്? ഈ സത്യം കണ്ടെത്താൻ വേണ്ടി. അദ്ദേഹം വലിയ പേർഷ്യൻ പണ്ഡിതനായിരുന്നു. പേർഷ്യൻ ഭാഷ പരിശുദ്ധ ഇസ്ലാമിലേക്കും സഹാബികളുടെ ഇടയിലേക്കും മെല്ലെ ഇങ്ങനെ കയറി വരും. ഭാഷയ്ക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്, ആദാന പ്രധാനം എന്നാണ് പറയാം. കൊടുക്കലും വാങ്ങലും നടക്കും. ആ കാലത്തിന് ശേഷമുള്ള കവിതകൾ അറബിയിലെ പക്കാ ഒരു സാഹിത്യ നിയമം പറയാൻ ഉപയുക്തമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിന്റെ പ്രഥമ ഘട്ടത്തിലോ അതിൻ്റെ മുന്നെയോ ഉള്ള കവിതകൾ ഉദാഹരണത്തിന് വേണ്ടി നമ്മുടെ കിതാബുകളിൽ വരുന്നത്. അത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര ശ്ലീലമായി കൊള്ളണമെന്നില്ല. അത് അത്രമേൽ ശ്ലീലാവണമെന്നില്ല. അതുകൊണ്ട് ചില പ്രണയ കവിതകളൊക്കെ ഇങ്ങനെ വരും. ഉംറുൽ ഖൈസിന്റെ കവിതകൾ വരും. ഓക്കെ ഉസ്താദൊക്കെ ഇറാഖ് ഗുഹയിലേക്ക് പോകുമ്പോൾ അറബി അവിടുത്തെ മൊലാക്ക വന്നിട്ട്, അവിടുത്തെ മൗലവി വന്നിട്ട് ഓക്കെ ഉസ്താദ് കല്ലിലും അവിടെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പിടിക്കണതും മുത്തുന്നതൊക്കെ കണ്ടപ്പോൾ ഷിർക്ക് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അത് നിരോധിക്കാൻ വരുന്നൊരു കഥ ഉണ്ട്. ഇറാഖ് ഗുഹ കാണാൻ പോവാൻ. അപ്പൊ അവിടെ മുത്തും ഇവിടെ മുത്തും, അപ്പുറത്തെ കല്ല് തൊടും, അവിടെ മുത്തും, കുറച്ചേരം ഇരിക്കും, കരയും. ഷിർക്കോഫോബിയ ബാധിച്ച ഒരു വഹാബി മൊല്ലാക്ക വന്നിട്ട് ഓക്കെ ഉസ്താദിനോട് അത് തിരുത്തുന്നുണ്ട്, ഷിർക്ക് എന്നും പറഞ്ഞിട്ട്. ആ സമയത്ത് ഓക്കെ ഉസ്താദ് പാടിക്കൊടുക്കുന്ന ഒരു കവിത ഉണ്ട്. നമ്മുടെ മുഖ്തസറിലും നഫായിസിലും ഒക്കെ വരുന്ന അറബി സാഹിത്യം പഠിക്കുന്ന നമ്മുടെ മുത്തല്ലിങ്ങളൊക്കെ പഠിച്ചൊരു കവിത. അമുറു അല ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലുദൽ ജിദാറ വലൽ ജിദാറ എന്ന് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ പ്രേയസിയാകുന്ന ലൈല താമസിച്ച വീടിൻ്റെ തകർന്ന ഈ ചുമരുകളുടെ അടുത്തൂടെ നടന്നു പോകും. ഞാൻ അവിടെ മുത്തും ഇവിടെ മുത്തും, അവിടെ കെട്ടിപ്പിടിക്കും, അവിടെ മുത്തും ഇവിടെ കെട്ടിപ്പിടിക്കും. തകർന്നു നടക്കുന്ന വീടാണ്. ഈ ചുമരിനോടുള്ള പ്രണയമല്ല എന്നെ ആർദ്രമാക്കണത്. പിന്നെയോ വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ, അവിടെ താമസിച്ച ആളുണ്ട് എൻ്റെ പ്രേയസിയാകുന്ന ലൈല. അവളെക്കുറിച്ചുള്ള തരളിതമായ ഓർമ്മകളാണ് എന്നെ ഇതിന് നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുങ്ങളൊരു പ്രണയപ്പാട്ടാണ്. അത് അറബി സാഹിത്യത്തിലെ ഉദാഹരണത്തിന് വേണ്ടി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നു. ഓക്കെസ്താദ് മറ്റൊരാവശ്യത്തിന് അത് അവിടെ മൊല്ലാക്കയ്ക്ക് വഹാബി മൗലവിക്ക് ഓതി കൊടുക്കുന്നു. ചെങ്ങാതിയെ, ഞാൻ ഈ മുത്തുന്നത് കല്ലിനോടുള്ള പ്രണയം കൊണ്ടാണെന്നാ വിചാരിച്ച്? ഞാൻ ഈ മുട്ടുന്നത് ഈ മണ്ണിനോടുള്ള ആരാധനയാണെന്നാണ് വിചാരിച്ചത്? അല്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി വിശുദ്ധമാം വേദം അവതരിക്കാൻ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കല്ലും മുള്ളും താണ്ടിയായിരുന്നു ഹിറയിലേക്ക് പോയത്. മുത്ത് റസൂലിൻ്റെ പാദസ്പർശനമേറ്റ ഈ കല്ലിലാണ് ഞാൻ മുത്തുന്നത്, കല്ലിനെയല്ല. വലാകിൻ ഹുബ്ബു മൻ സകന ദിയാരി, ഈ കല്ലിൽ ചവിട്ടിപ്പോയ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകരോടുള്ള സ്നേഹമാണ് ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത്. അറിയാവോടാ, എൻ്റെ റസൂൽ
റസൂൽ 10-16 ദിവസം ഹിറാ ഗുഹയിൽ വഹയും പ്രതീക്ഷിച്ച് കഅബയും ദർശിച്ച് ആരാധനയ്ക്കിരിക്കുമ്പോൾ എൻ്റെ റസൂലിന് എല്ലാ ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഞങ്ങളുടെ ഉമ്മ ഖദീജത്തുൽ കുബ്ര നടന്നു പോയത് ഈ കല്ലിലൂടെയും ഉള്ളിലൂടെയാണ്. അവരുടെ പാദസ്പർശമേറ്റത് കൊണ്ടാണ് ഞാൻ ഈ കല്ലിനെ ചുംബിക്കുന്നത്. അല്ലാതെ ഇത് ആരാധനയല്ല. എവിടുന്ന് കിട്ടി നിനക്ക് ഷിർക്കിൻ്റെ നിർവചനം എന്നും പറഞ്ഞിട്ട് ഈ മൗലിയെ നിശബ്ദനാക്കുന്ന ജ്ഞാനസൂര്യൻ ഓക്കെ ഉസ്താദിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കവിതകൾക്ക് അതിൻ്റെതായ ഉപകാരങ്ങൾ വരും, അസമയത്ത് അത് സംഘതമാകും. വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു വൃത്തികെട്ട പ്രണയത്തിന് വേണ്ടി ഒരാൾ ഇത് ഉപയോഗപ്പെടുത്തിയാലോ സ്വാഭാവികമായും അത് നിഷിദ്ധവുമാകും. ഇതാണ് കലയുടെ അവസ്ഥ, ഇതാണ് കഥയുടെ അവസ്ഥ, ഇതാണ് നോവലുകളുടെ അവസ്ഥ. ഏതെങ്കിലും ഒരു നോവൽ കൊണ്ട് നമ്മുടെ അധമവികാരങ്ങൾ ഉദ്ദീപിക്കപ്പെടുന്നുവെങ്കിൽ ആ നോവൽ വായിക്കാൻ പറ്റൂല. നേരെ മറിച്ച് ഒരു ഹൃദയത്തിൽ സാഹോദര്യമുണ്ടാക്കുന്ന ഒരു നോവൽ, പണ്ട് വായിച്ചൊരു നോവലിന്റെ കഥ പറയാം. ഒരു കുടയും കുഞ്ഞു പങ്ങളും, മുട്ടത്തുവർക്കിയാണത് എഴുതിയതെന്ന് എനിക്ക് തോന്നുന്നത്. ആ കഥ വായിച്ചൊരു കുട്ടിക്ക് പെങ്ങളോട് ഇഷ്ടമില്ലാതെ പോകൂല എന്ന് എനിക്കുറപ്പാണ്. നിങ്ങളുടെ ഉറപ്പ് എനിക്കറിയില്ല. ഒരു കുടയും കുഞ്ഞു പെങ്ങളും, ഒരു കുട മാത്രമുള്ള ഒരു കുട്ടി, അവന്റെ പെങ്ങളുണ്ട്, സ്കൂളിൽ പോകണം, അവരുടെ കഥ. അങ്ങനെ പെങ്ങളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമേൽ ആ കുട്ടി സാഹസം സഹിക്കുന്നു എന്നുള്ള കഥ. അതൊരു നോവലാണ്, ഇല്ലാത്ത കഥയാണ്. നമ്മൾ നേരത്തെ തൂഫയിൽ നിന്ന് വായിച്ചു, ഇല്ലാത്തതായിരിക്കാം, കദിബാവാണ്. പക്ഷെ അതുകൊണ്ടൊരു നല്ല പ്രേരണ കിട്ടും. ഒരു കുട്ടി അത് വായിക്കുന്നതോടുകൂടെ അവന് പെങ്ങളോട് സ്നേഹം കൂടും. ബാലാമണിയുടെ അമ്മ കവിത വായിക്കുന്നതോടുകൂടെ അമ്മയോട് സ്നേഹം കൂടും. കൈതപ്രത്തിൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള കവിത വായിക്കുന്നതോടുകൂടെ വാപ്പയോട് സ്നേഹം കൂടും. 2 ദിവസമായിട്ടുള്ളൂ പിതാവ് ദിനം കഴിഞ്ഞു വിട്ട്. പിന്നെ ചില കവിതകളുണ്ട് നല്ല മനോഹരമായിരിക്കും, പക്ഷെ സിനിമക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്കത് അങ്ങനെ പാടി നടക്കാനൊന്നും പറ്റൂല. കാരണം അത്രമേൽ അശ്ലീലമാണ് ഈ സിനിമ. ഏത് CH മുസ്തഫ അത് അനുവദനീയാണെന്ന് പറഞ്ഞാലും കാര്യമില്ല. CH മുസ്തഫയേക്കാൾ പ്രമുഖരായ വല്ല സെലിബ്രിറ്റി തങ്ങന്മാരും ഏതോ സാഹചര്യത്തിൽ പണ്ടത്തെ പോലെ സിനിമ ഹറാമല്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രണയം മുതൽ ചാടിപ്പോക്ക് വരെ ഹോം സിനിമകൾ പോലും അതിന് പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കുന്നു. തോന്നിയാസം പറയാൻ പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നു. സംഘടനകൾക്കും കലാപത്തിനും പ്രേരണ നൽകുന്നു. മദ്യപാനത്തെയും മയക്കുമരുന്നിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളുടെ ഹൃദയത്തിൽ മൊത്തം ക്രൈം നിറച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ എന്ന വിശുദ്ധിയിൽ നിന്ന് പിശാച്ചെന്ന അവിശുദ്ധിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. സിനിമയ്ക്ക് അഡിക്റ്റായ ആളുകൾ അത് പ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ കൊലപാതകങ്ങളും കൊലപാതകങ്ങൾക്ക് ശേഷം ആ കൊലപാതകം മറച്ചുവെക്കുന്ന ഏർപ്പാടുകളും സിനിമ വഴി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് സമയമെടുക്കുന്നില്ല, നമ്മൾ അവസാനത്തിലേക്ക് പോവുകയാണ്. ഇത്രമേൽ മാലിന്യം വിതറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് മാറി നിന്നാൽ മനുഷ്യന് എന്ത് നഷ്ടമുള്ളത്? അതാലോചിക്കണ്ടേ? കുറെ ആൾക്കാർ പറയാം എങ്ങനെ ഇപ്പൊ സിനിമ ഹറാമാക്കാം. സിനിമ കണ്ടില്ലൊരു മനുഷ്യൻ ജീവിതത്തിൽ മുഴുവൻ. ഇന്ത്യയിൽ 1ാം റാങ്കോട് കൂടെ MBA പാസ്സായി ഇപ്പോൾ അമേരിക്കൻ ബേസ്ഡ് ആകുന്ന ഒരു കമ്പനിയുടെ പ്രധാന പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പണ്ടൊരു എൻ്റെ ഒരു പ്രഭാഷണ ശകലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിനിടയിൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നു, അങ്ങനെ എന്നോട് ബന്ധപ്പെടുന്നു. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് കാനഡയിലാണ്. എന്നെ മിന്നാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയുടെ എന്തോ ഒരു വിഷയം തീർക്കാൻ വേണ്ടി അവിടെ പോയതാണ്. അദ്ദേഹം 5-6 മാസം സൗദിയിലുണ്ടാകും, ബാക്കി മാസം UAE-യിലുണ്ടാകും, 1 മാസം മാത്രം നമ്മുടെ ചെന്നൈയിലുണ്ടാകും, ഇപ്പം കാനഡയിലുണ്ട്. ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ ഒരിക്കലൊരു കാര്യം പറഞ്ഞാൽ എന്താ പറയുക, ഇതുവരെ ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്നാണ്. ഞാൻ അയാളെ വിശ്വസിക്കുന്നു, കാരണം അത്രമേൽ വിശുദ്ധനാണ് അയാൾ. നേരിട്ട് കണ്ടിട്ടില്ല, നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അന്നത്തെ വിവാദമായിട്ട് ബന്ധപ്പെട്ടാണ് ആൾ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് സുഹൃത്തുക്കളൊന്നുമില്ല, ഇപ്പം ഞാൻ മാത്രം സുഹൃത്തുള്ളൂ. ജോലി, വീട്, അത്രമാത്രം. അതിനിടയിൽ ഒരു ബന്ധമല്ല അയാൾക്ക്. യാദൃച്ഛികമായി എങ്ങനെയോ എൻ്റെ ആ പ്രഭാഷണം, എന്നെ കുറിച്ചുണ്ടായ ആ വിവാദം അയാൾ കേൾക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിക്കുന്നു. ആ ബന്ധം ഏകദേശം ഇപ്പോൾ 4-5 മാസമായി ഇപ്പോഴും അയാൾ തുടരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മിഞ്ഞാന്ന് കാനഡയിൽ നിന്ന് അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുബൈക്ക് എണീക്കാന്നും പറഞ്ഞൊരു 8 മണി 9 മണിക്ക് അയാൾ എന്നെ വിളിച്ചു. നമ്മളെ രാത്രി 8 മണിക്ക് സുബൈക്ക് എണീക്കാന്നും പറഞ്ഞിട്ട് വിളിച്ചു. അയാളത്ര മോശക്കാരനല്ല, അതിനു വേണ്ട ഞാൻ അയാളുടെ യോഗ്യത പറഞ്ഞത്. ഇന്ത്യ ലെവലിൽ നടന്നൊരു ക്വിസ് മത്സരം ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച്. അദ്ദേഹത്തിനാണ് അവിടെ ഫസ്റ്റ് കിട്ടിയത്. ഇന്ത്യ ലെവലിൽ നടന്നൊരു ക്വിസ് മത്സരം. MBAക്ക് 1ാം റാങ്ക് കിട്ടി. അദ്ദേഹം വലിയൊരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ആ കമ്പനിയുടെ മെയിൻ വിഷയങ്ങളൊക്കെ തീർക്കുന്നത് അദ്ദേഹമാണ്. അയാൾ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിച്ചു.
അതുകൊണ്ട് MBAക്ക് 1ാം റാങ്ക് കിട്ടി. അതുകൊണ്ടാണ് മാത്യു വെല്ലൂർ എന്ന പ്രമുഖനായ മനഃശാസ്ത്രജ്ഞൻ എങ്ങനെ പഠിക്കണം, പരീക്ഷ എഴുതണം എന്ന പുസ്തകത്തിൽ TV ഉള്ള വീട്ടിലെ കുട്ടിയും TV ഇല്ലാത്ത വീട്ടിലെ കുട്ടിയും തമ്മിൽ പഠനരംഗത്ത് വലിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവവും വിവരവും വെച്ച് സമർത്ഥിക്കുന്നത്. എന്നിട്ട് CH മുസ്തഫ പറഞ്ഞുകൊണ്ടിരിക്കുക, സിനിമ ഹറാമല്ല, ആർക്കും അത് കാണാം, ആള് കാണട്ടെ, താല്പര്യമുള്ളവരൊക്കെ കാണട്ടെ. പക്ഷെ പരിശുദ്ധ ഇസ്ലാമിൽ ഇതൊരു മഹത്തായ സംഭവം പറയുമ്പോൾ നമ്മൾ ഇടപെടേണ്ടി വരും. സിനിമ കാണാതെ ഒരു മനുഷ്യൻ ജീവിച്ചു, എന്താ സംഭവിക്കുക? MBAയിൽ 1ാം റാങ്ക് കിട്ടും. എന്ത് സംഭവിക്കും? അമേരിക്കൻ ബേസ്ഡ് ഒരു വലിയ കമ്പനിയിൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാകും. കുടുംബത്തെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും. ആരോടും വിദ്വേഷവും ശത്രുതയും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഒരിക്കൽ പോലും സിനിമ കാണാത്ത അദ്ദേഹം ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല. എല്ലാ സന്തോഷത്തിലുമാണ് ജീവിക്കുന്നത്. പലപ്പോഴും എനിക്ക് വിട്ടുതരുന്ന പല ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും വലിയ വലിയ കാറുകളെ ചേർന്ന് നിൽക്കുന്നതായിരിക്കും. ഒരു ദിവസം കൗതുകത്തിൽ ഞാൻ ചോദിച്ചു, എത്ര കാറുണ്ട്? അദ്ദേഹം പറഞ്ഞു, എല്ലാം കമ്പനി അനുവദിച്ചേരുന്നതാണ്, ഒന്നും എൻ്റേതല്ല എന്ന്. വലിയ വലിയ കാറുകൾ കമ്പനി അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ യാത്രാ സൗകര്യത്തിന്. സിനിമ കണ്ടില്ല, അതുകൊണ്ട് വിജ്ഞാനത്തിന് മൂർച്ച കൂടി. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, കാണണേ കാണണേ എന്നുവെച്ചാൽ പഴക്കണേ എന്ന്. സാഹിത്യവും കലയും വിവിധത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറേ ഇനിയും പറയാനുണ്ട്. ഈ മ്യൂസിക്കുകളെ കുറിച്ച് പ്രത്യേകം പറയാനുണ്ട്. അതൊരു ക്ലാസ്സിൽ ഒതുങ്ങൂലെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ മുന്നിൽ അത് സംബന്ധമായ കുറേ വിജ്ഞാനങ്ങളുണ്ട്. അത് പിന്നീട് ഒരിക്കലാവാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടന SSF സാഹിത്യോത്സവം നടത്തുന്നത്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ അതിൽ പങ്കെടുപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഞാനൊരു പ്രാസ്ഥാനിക ബന്ധം വെച്ച് പറയല്ല. നമ്മുടെ ക്ലാസ് ആ വിധത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവാറുമില്ല. എനിക്ക് വിശ്വസിച്ച് പഠിച്ചത്, അറിഞ്ഞത്, മനസ്സിലാക്കിയതേ പറയാറുള്ളൂ. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരു സംഘടനയാണത്. നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തിയില്ലെങ്കിൽ വഴിപഴച്ചു പോകും. കോണി പോലെയാണ് അവർ, എവിടെയെങ്കിലും ഒന്ന് ചാരണം. ഇത്തരം ആത്മീയ സംഘവുമായി നമ്മൾ ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ, ചാരി വെക്കുന്നില്ലെങ്കിൽ അവർ ഓവാൽത്തുമ ചാഴും. സ്വാഭാവികമായും കഞ്ചാവും മയക്കുമരുന്നും അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറും. മാതാപിതാക്കളെ ബത്സിക്കും. തീരെ അതവില്ലാത്ത മക്കളായി വളരും. അതില്ലാതിരിക്കാൻ വിശുദ്ധമായ ചില സംഘടനകളിൽ അവർക്ക് ബന്ധം വേണം. അവരാത്മികമായി ചിന്തിക്കണം. ഇടക്കിടക്ക് യോഗം കൂടണം. എന്നിട്ട് ദിക്ർ ഹൽഖ നടത്തണം. ഉസ്താദുമാരുടെ ക്ലാസ്സിൽ പങ്കെടുക്കണം. ദീനിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മനസ്ഥിതിയോടുകൂടെ വളർന്നു വരണം. അന്തർമുഖരാവരുത്. പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ സംഘടന വഴി ഉണ്ടാകണം. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഇന്നലെ SSFന്റെ ഒരു വലിയ വിദ്യാർത്ഥി കോൺഫറൻസ് ഉണ്ടായിരുന്നു. അവിടെ ഭൗതിക വിദ്യാർത്ഥികളുടെ ഒരു വലിയ കോൺഫറൻസിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ കോൺഫറൻസ്. എത്ര വിദ്യാർത്ഥികളാണ് തഖ്വയോടുകൂടെ, ഭക്തിയോടുകൂടെ ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോൾ, പേരോട് ഉസ്താദ് അത് ഉദ്ഘാടനം ചെയ്തത്, ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ദ്വാർക്കുമ്പോൾ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. ഈ തലത്തിലേക്ക് മാറിയ നമ്മുടെ ഭൗതിക വിദ്യാർത്ഥി ഏത് ക്യാമ്പസിൽ പോയാലും അവൻ വിശുദ്ധനായി ജീവിക്കും. വേങ്ങരക്കാരനൊരു SSFകാരനുണ്ട്. കുസാറ്റിൽ നിന്നാണ് അവൻ ഫിസിക്സിൽ MSc നേടുന്നത്, 1ാം റാങ്കോടുകൂടെ. ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ ആസ്ട്രോഫിസിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ 5 ആൾക്ക് മാത്രം അഡ്മിഷനുള്ള ഒരു PhD കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ പലപ്പോഴും വിളിക്കും, ടോക്കിയോയിലാണെന്ന് പറഞ്ഞിട്ട്, എന്തോ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മോസ്കോയിലാണെന്ന് പറഞ്ഞിട്ട്. എല്ലാം യൂണിവേഴ്സിറ്റി സ്പോൺസർ ചെയ്യണത്. SSFകാരനായി വളർന്നു. ആ ക്യാമ്പസിൽ ആത്മീയതയുടെ പ്രതീകമായി ആ കുട്ടി. അവനെ കണ്ട് കുറേ ആളുകൾ നിസ്കാരം തുടങ്ങി. നീളം കുപ്പായവും കരയില്ലാത്ത തുണിയും തൊപ്പിയും തലയിക്കെട്ടുമായിട്ട് ക്ലാസ്സിന് പോകുന്നത് അവന് തീരെ അരോചകമായിട്ട് തോന്നിയില്ല. അവൻ അനുകരിച്ചു കുറേ ആളുകൾ. അതിൻ്റെ അത്തിരി അപ്പുറം കൂടെ എനിക്ക് പറയാനുണ്ട്. അത് ഈ വേദി ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. SSFലൂടെ വളർന്നതിൻ്റെ ഫലം അതിനാണ് ഈ സാഹിത്യോത്സവം. ഇത്തിരി ചെലവുണ്ടാകും. പിരിവിനൊക്കെ കുട്ടികൾ വരും. SSFന്റെ കുട്ടികൾ അവഗണിക്കാൻ പാടില്ല. നമ്മൾ കൊണ്ടുപോകണം ആ കുട്ടികളെ പിരിവിന് പറ്റുന്നിടത്തേക്ക്. നമ്മുടെ മക്കളുമായി ആ സാഹിത്യോത്സവത്തിലേക്ക് പോകണം. ഞാൻ പറയുന്നതൊരു വ്യക്തിനിഷ്ടാവുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ വീട്ടിലൊരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത്ര ചെറുതല്ലാത്ത. അതിൻ്റെ തിരക്കിനിടയിലും എൻ്റെ ഓരോ മക്കളെയും കൊണ്ട് ഞാൻ പലവട്ടം 4 കിലോമീറ്റർ ഓടിച്ച് അവരുടെ സാഹിത്യോത്സവത്തിൻ്റെ മത്സരത്തിൻ്റെ സമയം നോക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടേയിരുന്നു. എൻ്റെ വലിയ ജ്യേഷ്ഠനൊക്കെ പറഞ്ഞു, ഇന്ന് തന്നെ നീ ഇതിന് നിൽക്കണമെന്ന്. അന്നേ അതുണ്ടാവുള്ളൂ, അതിന് പോയിരിക്കണം. കാരണം നല്ലൊരു പ്രഭാഷണത്തിലൂടെ കുഞ്ഞുമക്കളെ ദീനിലേക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നില്ല. പാട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വരും, കഥ പറച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ വരും.
ആ കഥ പറച്ചിൽ മാത്രമല്ല, അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ അവർ കേൾക്കണം, ഉസ്താദുമാരവർ കാണണം, അവിടെയുള്ള നല്ല നല്ല സാധാരണക്കാരാവുന്ന ആജിയന്മാരെയും പ്രവർത്തകരെയും അവർ കാണണം. അവരുടെ മനസ്സിൽ ഇത്തരം നല്ല ശീലങ്ങൾ കൊത്തിവെക്കപ്പെടണം. അങ്ങനെ വളർന്നു വരണം. ഇടയ്ക്ക് യോഗം കൂടണം, സലാത്ത് ചൊല്ലണം, മഹല്ലറത്തുൽ ബദരിയയിൽ പങ്കെടുക്കണം. അതിനുവേണ്ടിയാണ് ഇത്തിരിയൊക്കെ പൈസയും സമയമൊക്കെ ചെലവെടുത്തു പോലും നമ്മുടെ നേതാക്കൾ ഇത്തരം സാഹിത്യോത്സവങ്ങൾക്ക് അംഗീകാരം നൽകുന്നത്. നമ്മുടെ ദർസുകളിൽ നിന്നൊക്കെ കുട്ടികളെ ഓരോ ദിവസത്തെയും സാഹിത്യോത്സവത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ പഴച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ചെറിയ മക്കൾ, കുടുംബത്തോടൊരു ബന്ധമില്ല, മാതാപിതാവുമായുള്ള ബന്ധം അറിയില്ല, എങ്ങനെ സ്നേഹിക്കണം എന്നറിയില്ല. അവരുടെ ഒരു രീതിയുണ്ട് സ്നേഹത്തിന്, അതങ്ങനെ തന്നെ പോകും. എല്ലാ സമയവും സോഷ്യൽ മീഡിയയിൽ കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പഠനത്തിൽ ഒരു ശ്രദ്ധയില്ല. വിനോദങ്ങളാണ് അവർക്ക് പ്രധാനം, കളിയാണ്, ഗെയിമാണ് അവർക്ക് പ്രധാനം. ഇതിൽ നിന്ന് അവരെ മാറ്റാനും ധാർമ്മികമായി ചിന്ത നൽകാനും ആത്മീയമായി വളർച്ച നൽകാനും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗോവണികളെ പോലെയുള്ള ഈ ടീമിനെ എവിടെയെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തണം. അതിന് ഏറ്റവും ഉപയുക്തമെന്ന് അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയൊരു പ്രസ്ഥാനമാണ് SSF. അതുകൊണ്ടാണ് കലയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, സാഹിത്യത്തിൻ്റെ ആത്യന്തികമായ ആത്മിക ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സാഹിത്യത്തിലും കലയിലും അധ്വാനത്തിലും കായിക വിനോദങ്ങളിലുമെല്ലാം ദീനിന് പ്രാധാന്യം നൽകി, ആഖിറത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകി വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും വിശുദ്ധിയുടെ പാതയിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.